പറയുന്ന ഭാഗമാണ് ഇനി എടുക്കട്ടെ. അതായത് നമ്മളിപ്പോ ഫാർമസി നമുക്കറിയാം മെഡിസിൻസ് കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾക്ക് വേണ്ട മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് അത് ആവശ്യത്തിന് ആളുകൾക്ക് പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഒക്കെ ഡിസ്പെൻസ് ചെയ്യുന്ന ഒരു സെന്റർ തന്നെയാണ്. അതുകൂടാതെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഫങ്ഷൻസ് എവരിതിങ് അല്ലെ, അവർക്ക് അവരുടേതായ പല കാര്യങ്ങളും ഫാർമസിയിൽ ചെയ്യാനുണ്ട്. ഒത്തിരി ഫങ്ഷൻസ് ഫാർമസിയിലുണ്ട് ചെയ്യാനായിട്ട്. മരുന്ന് കൊടുക്കുക, മരുന്ന് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടെന്ന് നമ്മൾ അതിന്റെ ഫങ്ഷൻസിന്ന് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ ഇൻഡെന്റിങ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഹൗ ടു പർച്ചേസ് ആൻഡ് സ്റ്റോർ മെഡിസിൻസ് ഇൻ ഫാർമസി. ഫാർമസിയിലെ മരുന്നുകൾ കൊണ്ടുവന്ന് പർച്ചേസ് ചെയ്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. ഇൻഡെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ടു പർച്ചേസ് അല്ലെങ്കിൽ ടു മേക്ക് പ്ലേസ് ഓർഡേഴ്സ്, പുതിയ മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യാം. റെക്വിസിഷൻ വെക്കുക എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ വെക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫാർമസിയിൽ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എല്ലാ ഫാർമസിയിലും ഏത് ഒരു ഹോസ്പിറ്റൽസിലെ ഫാർമസിയിലും we can see there is a hospital formulary which contains about 250 to 300 drugs. മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും അതിന്റെ ഡ്രഗ് ലിസ്റ്റിൽ ഏകദേശം ഒരു 250 മുതൽ 300 വരെയുള്ള മരുന്നുകളുടെ ഒരു എന്താ പറയാ ടൈപ്സ് നമുക്ക് ലിസ്റ്റിൽ കാണാൻ സാധിക്കും. അപ്പൊ ഒരു മിനിമം ഒരു 250 മുതൽ 300ഓളം വരെ മെഡിസിൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസ് ആണ്. അല്ലാണ്ട് എല്ലാ ഒരുപോലത്തെ മെഡിസിൻസ് 250 മുതൽ 300 വരെ അല്ലാത്ത ഉദ്ദേശിക്കണേ. അതായത് പലതരത്തിലുള്ള മരുന്നുകൾ, അത്രയും ക്വാണ്ടിറ്റീസ് ഡിഫറെന്റ് ടൈപ്സിലെ മരുന്നുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഉണ്ടാകേണ്ട, അവരുടെ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഉണ്ടാകേണ്ട ലിസ്റ്റ് ആണ്. ഓക്കെ. ഈ പറയുന്ന മെഡിസിൻസ് they have to keep in mind the safety stock level of medicines. എന്ന് വെച്ചാൽ അതായത് ഈ പറയുന്ന ഫാർമസിയിൽ ഇങ്ങനെ മരുന്നുകൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ മരുന്നുകൾ അവിടെ നിന്ന് എടുത്ത് കൊടുക്കും ആളുകൾക്ക് അല്ലെ, ഡിസ്പെൻസ് ചെയ്യും. അപ്പൊ ഡിസ്പെൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ മരുന്ന് കുറഞ്ഞു വരും. സോ they have to keep in mind when to keep order or place order for the medicines. അതായത് അവിടെ ഇരിക്കുന്ന മരുന്നുകൾ തീർന്നു പോകുന്നതിന് അനുസരിച്ച് എപ്പോഴാണ് അടുത്ത മെഡിസിൻ ഓർഡർ പ്ലേസ് ചെയ്യണ്ടേ എന്ന് അവർക്ക് മനസ്സിലുണ്ടായിരിക്കണം. ആർക്ക്? ഫാർമസിയുടെ സ്റ്റോറൊക്കെ കീപ്പ് ചെയ്യുന്നവർക്ക്. നമ്മൾ ഫാർമസിയിലുള്ള ഫാർമസിസ്റ്റുകളുടെ ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു. ഇതിന്റെ മെഡിക്കൽ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ആ ഒരാൾ വെറുതെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് കാര്യങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന നോക്കലല്ല അവരുടെ പണി. ആ സ്റ്റോക്ക് ഇരിക്കുന്ന മെഡിസിൻസ് അതിന്റെ ക്വാണ്ടിറ്റീസ് കുറഞ്ഞ് അത് എന്താ പറയാ ഒരു പ്രത്യേക ലെവൽ എത്തുമ്പോ ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എത്തുമ്പോ എന്ന് വെച്ചാൽ ഇതുവരെയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്ര പേഷ്യൻസ് വന്നാലും കൊടുക്കാം. എന്നാൽ ഇനി അതിന് താഴെ പോയാൽ, അതിന്റെ എണ്ണത്തിൽ ഇനിയും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചർ ലെവലിലേക്ക് പോകും. എന്ന് വെച്ചാൽ പേഷ്യൻസ് കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഈ ഒരു പ്രത്യേക രോഗമായിട്ട് വീണ്ടും ഒരുപാട് പേഷ്യൻസ് വരികയാണെങ്കിൽ അതിന് കൊടുക്കാനായിട്ട് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഇല്ലാണ്ട് വരും. ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അതിന് നമ്മൾ ഡേഞ്ചർ ലെവൽ എന്ന് വിളിക്കും. അപ്പൊ അതിനാകാതെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ലെവൽ എത്തുമ്പോഴേക്കും they have to place next order for that particular medicine. ആ മെഡിസിൻ വേണ്ടിയിട്ട് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പൊ അത് അവരുടെ മനസ്സിലുണ്ടാകണം. ആ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എത്രയാണ്, ഓരോ മെഡിസിന്റെയും അതിന്റെ ലഭ്യതയും അതുപോലെ തന്നെ അത് ഡിസ്പെൻസ് ചെയ്യുന്നതും ഒക്കെ നോക്കിയിട്ടാണ് ഓരോ മെഡിസിൻസും എന്ത് ചെയ്യേണ്ടത്, സ്റ്റോക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് പേഷ്യൻസ് എത്ര വന്നാലും കൊടുക്കാനുള്ളത് ഉണ്ടോ. ഇനി ഏതെങ്കിലും ഇപ്പൊ നമുക്കറിയാം ചില സീസൺസ് വരുമ്പോ ചില രോഗങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് വരും. ചില പനിയൊക്കെ നമുക്കറിയാം, മഴക്കാലത്തൊക്കെ നല്ല എന്താ പറയാ വെള്ളമൊക്കെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലൊക്കെ പലതരത്തിലുള്ള പനികളൊക്കെ വരും. അത് പെട്ടെന്ന് വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒക്കെ ബാധിക്കും. അപ്പൊ എല്ലാവരും ഒറ്റ കളിക്കാറ്റായിരിക്കും അവിടേക്ക് ഹോസ്പിറ്റൽസില്. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന മെഡിസിൻസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഡിസ്പെൻസ് ചെയ്ത് തീർന്നു പോകും. അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ തീർന്നു പോയെന്നൊരവസ്ഥ വരാതെ ആ ഒരു ലെവൽ എത്തുമ്പോൾ, ഇതിപ്പോ അവിടുത്തെ പനിയുടെ സീസൺ ആണ്, സോ ദേ ഹാവ് ടു സ്റ്റോർ മോർ മെഡിസിൻസ് റിലേറ്റിംഗ് ടു ദാറ്റ് ഡിസീസ്. ആ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ മരുന്നുകൾ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. മനസ്സിലായോ? ഓരോ സീസൺസ് അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഫാർമസിയിലെ മെഡിക്കൽ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ഫാർമസിസ്റ്റ് they have to keep in mind the safety stock level of the medicines. അങ്ങനെയുള്ള മെഡിസിൻസിന്റെ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ മനസ്സിൽ കീപ്പ് ചെയ്യണം. ആ ഒരു സേഫ്റ്റി ലെവൽ എത്തുമ്പോ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കണം. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്.
ഇനി while ordering for making any purchase of any materials or medicines നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിൽ പലതരത്തിലുള്ള കുഞ്ഞു മെറ്റീരിയൽസ് ഇൻസ്ട്രുമെന്റ്സും അതുപോലെ മെഡിസിൻസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണല്ലോ. നോട്ട് ഓൺലി മെഡിസിൻസ് ആർ പ്രൊവൈഡഡ് ബട്ട് ഓൾസോ സം അതർ എക്യുപ്മെന്റ്സ്, ചെറുതും മറ്റുമായിട്ടുള്ള പല എക്യുപ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഫാർമസി. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഫോളോ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി to prevent, to thwart overstocking or theft. അതായത് ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി ലെവൽ നമ്മുടെ മനസ്സിലുണ്ടാവുമെന്ന് പറഞ്ഞു. ആ സേഫ്റ്റി ലെവൽ മനസ്സിൽ കണ്ടുകൊണ്ട് പുതിയ പുതിയ മെഡിസിൻസിന് വേണ്ടി നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാണ്. പക്ഷെ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴും ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. EOQ, that means economic order quantity എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നു. എന്താ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഓവർ സ്റ്റോക്കിംഗ് ആയി പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര അധികമായി പോയല്ലോ, അവിടുത്തെ സ്റ്റോക്ക് ലെവൽ സേഫ്റ്റി ലെവൽ ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ പുറമെ നിങ്ങൾ കുറെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു, അങ്ങനെ പാടില്ല. ഓവർ സ്റ്റോക്കിങ്ങും പാടില്ല. ഈ ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ചിലതൊക്കെ ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ മിസ്സായി പോകും. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അത് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കവർന്നൊക്കെ കൊണ്ടുപോകാൻ സാധ്യതകളുണ്ട്, അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പച്ചമുട്ടാണ് നമുക്ക് ഞാൻ പറഞ്ഞാൽ അങ്ങനെ. എന്ന് വെച്ചാൽ കുറെ ഇരിക്കുകയല്ലേ, അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് രണ്ടെണ്ണം എടുത്തുകൊണ്ട് പോയാൽ ആരും അറിയാൻ പോകുന്നില്ല. കണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ they should follow economic order quantity. അപ്പൊ എന്ത് ചെയ്യണം? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ ഓവർ സ്റ്റോക്കിംഗ് ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ആവശ്യത്തിനത്ര വേണ്ടതാണ് അല്ലെ, ആ രീതിയിലായിരിക്കണം ഇതിന് മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യേണ്ടത്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്ന് തൊട്ട് താഴെ പറയുന്നുണ്ട്, അന്നേരം അത് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ദ ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്. എന്ന് വെച്ചാൽ എന്താ? അപ്പൊ മെഡിസിൻസ് നമ്മൾ പുതിയ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ക്രിട്ടിക്കൽ ലെവൽ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞത് ഡേഞ്ചർ ലെവൽ. സേഫ്റ്റി ലെവലിൽ എത്തുമ്പോ ഓർഡർ ചെയ്തോളാം. അത് കഴിഞ്ഞ് സേഫ്റ്റി ലെവൽ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടി നിന്നോളും ഈ മെഡിസിൻസ് ഒക്കെ വെച്ച്. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്നായിരിക്കും ചിലപ്പോ കുറെ പേഷ്യൻസ് ആ ഒരു മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ സേഫ്റ്റി ലെവൽ മാറി പിന്നെ അവിടെ പോകും ക്രിട്ടിക്കൽ ലെവൽ, ഡേഞ്ചർ ലെവലിലേക്ക് പോകും. അപ്പൊ ഡേഞ്ചർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് സമയം മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും സ്റ്റോക്ക് ഉള്ളൂ അത്തരം മെഡിസിൻസ്. അതാണ് ഡേഞ്ചർ ലെവൽ. അതുവരെ പോകാൻ നോക്കരുതെന്ന്. അതിനു മുമ്പ് തന്നെ ഡേഞ്ചർ ലെവലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ്. പുതിയ മെഡിസിൻസിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് സം ഡ്രഗ്സ് which have to be imported from other countries, it should be given ample time to reach. അതായത് ഇനി ചില മെഡിസിൻസ്, എല്ലാ മെഡിസിൻസും ഞാൻ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹോസ്പിറ്റൽസിലും മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ഏത് തരത്തിലുള്ള രോഗികൾ വന്നാലും അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ മെഡിസിൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് ബാധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് അത് എന്താ പറയാ അങ്ങനെ അത്രയും ബലമിരിക്കാൻ പറ്റില്ല. കാരണം പുതിയ പുതിയ രോഗങ്ങളുമായിട്ട് വരുമ്പോൾ ചില മരുന്നുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ചിലത് നമ്മൾ ഈ പറഞ്ഞ രോഗത്തിന് നമ്മുടെ കയ്യിൽ മെഡിസിൻ ഇല്ല, ഇമ്പോർട്ടഡ് ഫ്രം സം അതർ പ്ലേസ്, മറ്റു രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ കൊണ്ടുവരേണ്ട മരുന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ മരുന്ന് ഇവിടെ എത്താൻ വേണ്ട സമയം കൂടി നമ്മൾ ആലോചിക്കണം. എന്നിട്ട് വേണം അതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യാൻ. ഇപ്പൊ ഇന്നിപ്പോ ഒരു പേഷ്യന്റിന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, വിതിൻ 2 days അല്ലെങ്കിൽ 3 days ആ ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ട മരുന്ന് നമുക്ക് പുറത്തുനിന്ന് എവിടെന്നൊക്കെയാണ് എങ്ങനെ കൊണ്ടുവരുന്നത്, അതിനുള്ള സമയം ഉണ്ടോ നോക്കണം. അത് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനത് കൊണ്ടുവരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അല്ല, കാര്യം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതിന് ആംപിൾ ടൈം ഉണ്ടോ? ആ സമയമുണ്ടോ? അതിനൊരു സമയപരിധി അല്ല. ഇപ്പൊ നമ്മളൊരു ഏതെങ്കിലും ഒരു രോഗത്തെ കുറിച്ച് ചികിത്സിക്കാനായിട്ട് എന്താ പറയാ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താ പറയാ കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ രോഗം മാറ്റി കൊടുക്കാൻ. പക്ഷെ മരുന്നുകൾ അവൈലബിൾ അല്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ഇമ്പോർട്ടന്റ് ഫ്രം സം അതർ, വേറെ എവിടെയെങ്കിലും നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യാം, അതുകൂടെ എത്തട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ പേഷ്യന്റിന് ആ രോഗം വേഗം മാറ്റി കൊടുക്കാം. അപ്പൊ അത് കൊണ്ടുവരാനും ആ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്താനൊക്കെ ഉള്ളൊരു സമയം, അതിനുള്ളൊരു സമയം ഉണ്ടാകണം. അതില്ലാന്നുണ്ടെങ്കിൽ അത് എത്തിയൊരു മണിക്ക് ഈ പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ട് നമുക്കത് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം. ബിക്കോസ് അതിനുള്ള ഫെസിലിറ്റി, അതിനുള്ള മരുന്നുകൾ ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം അവരെ അറിയിച്ച് വേഗം തന്നെ വിട്ടേക്കുക. അവർക്ക് വേറെ എവിടെയെങ്കിലും അങ്ങനെയുള്ള സാഹചര്യം കിട്ടിയാലോ
നമുക്ക് ആ രോഗിയുടെ രോഗം ഭേദമാക്കുക അല്ലെങ്കിൽ ആളെ ജീവനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഓരോ മരുന്നുകൾക്കുള്ള ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് ഡേഞ്ചർ ലെവലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇമ്പോർട്ട് ചെയ്യപ്പെടേണ്ട മരുന്നുകളാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ ആംപിൾ ടൈം. അത് എത്തിച്ചേരാനുള്ള ആവശ്യത്തിന് സമയം കയ്യിലുണ്ടോ എന്ന് നോക്കണം. 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ട മരുന്നുകൾ, എന്നാൽ ആ മരുന്ന് ഇവിടെ നാട്ടിലെത്താനായിട്ട് വീണ്ടും 10 ദിവസം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ മാസമേ മുതൽ നമ്മൾ ആ ഒരു മെഡിസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്തിരിക്കണം. കഴിഞ്ഞ മാസത്തിന് മുമ്പേ തുടങ്ങി. ഓക്കെ, അതാണ് പറഞ്ഞത്. മനസ്സിലായതാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടല്ല. അപ്പൊ അതിനുള്ള സമയം കൂടി നമ്മൾ കൊടുത്ത് വേണം നമുക്ക് അതിവിടെ എത്താനായിട്ട്. നമ്മൾ പല സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടാകില്ലേ? ഇല്ലേ? നമ്മുടെ ആവശ്യം നടക്കേണ്ട സമയത്തല്ലേ ആ സാധനം നമ്മുടെ കൈ കിട്ടണ്ടേ? അല്ലാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ മെഡിസിൻസും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇന്ന സമയത്ത് ഓണം അല്ലെങ്കിൽ എന്താ പറയാ മറ്റേന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒന്നും നമ്മൾ എന്താ പറയാ ഓൺലൈനിലൊക്കെ നോക്കി സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഇട്ടോണ്ട് പോകേണ്ട ഫംഗ്ഷൻ ഇന്നൊരു ഡേറ്റ് ആണ്. ഇപ്പൊ 25th നമുക്ക് പോകണം. അപ്പൊ നമുക്ക് ബിഫോർ 25th നമ്മുടെ കയ്യിലേക്ക് ഈ സാധനം റീച്ച് ചെയ്യുമോ എന്ന് നമ്മൾ നോക്കും. എന്നിട്ടാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്യുള്ളൂ, അല്ലെ? പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബൈനാവും കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ 25-ാം തീയതി 28-ാം തീയതി ഇവിടെ സ്ഥലത്തെത്തുന്നത് അവർ നമുക്ക് കാണിക്കണം. അവർ ഡേറ്റ് ഏകദേശം നമ്മളെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. കാരണം 25th നമുക്ക് പരിപാടി ഉണ്ടെങ്കിൽ 28th റീച്ച് ചെയ്യുന്ന ആ ഡ്രസ് ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? നമ്മൾ വേറെ എന്തെങ്കിലും മാർഗം അന്വേഷിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കും. പോകാൻ പറ്റില്ല, അപ്പൊ അത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും മാർഗം സ്വീകരിക്കാം. അതുപോലെ ഹോസ്പിറ്റൽസിലെ മെഡിസിൻസ് അത് റീച്ച് ചെയ്യാനുള്ള ടൈം നമ്മൾ നോക്കണം. ഏകദേശം ഇത്ര ദിവസം എടുക്കാം റീച്ച് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ന് ഓർഡർ പ്ലേസ് ചെയ്യണമെന്ന് ചിന്തിക്കണം. അതൊക്കെ ചിന്തിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. Then after placing the order, they will the medicines will be reached at the hospital pharmacy. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അത് ആരാണോ സപ്ലൈ ചെയ്യുന്ന അത് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ കൊണ്ടുവരുമ്പോൾ they have to receive the medicines. ഈ ഡ്രഗ്സ് എല്ലാം തന്നെ ഹോസ്പിറ്റൽ ഫാർമസിക്കാർ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. ഓക്കെ, അപ്പൊ പർച്ചേസ് ഓർഡർ വെച്ചു. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ എപ്പോ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡേഞ്ചർ ലെവൽ എത്താൻ വേണ്ടി നോക്കരുത്. സേഫ്റ്റി ലെവൽ ആകുമ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒരു രീതിയിലായിരിക്കണം അത് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഓക്കെ, അശ്വതി മാഡത്തിന്റെ ഉണ്ട് കേട്ടോ. ചാപ്റ്റർ തീരാനുണ്ട്. അശ്വതി മാഡത്തിന് പനിയാണ്. മൺഡേയും ട്യൂസ്ഡേയും ആയിട്ട് ഏതെങ്കിലും ഒക്കെ അവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിക്കാരി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം 3 ദിവസം കൊണ്ട് എടുത്തോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പ്ലേസ് ചെയ്ത ഡ്രഗ്സ് എല്ലാം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുക. അത് വന്നു കഴിയുമ്പോൾ നമ്മളത് റിസീവ് ചെയ്യാം. വെറുതെ റിസീവ് ചെയ്യും. മരുന്ന് ഇന്നതൊക്കെയാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് ഇതെല്ലാം ഇതുപോലെ പെട്ടിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ തന്നെ വെച്ചാൽ മതി പോലൊക്കെ ഇല്ല. ആഫ്റ്റർ റിസീവിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഡ്രഗ്സ്, വാങ്ങിച്ച ഡ്രഗ്സ് ഒക്കെ തന്നെ നമ്മൾ ഇവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം എന്താ? They have to check weight, batch numbers, quantity, quality ഒക്കെ നമ്മൾ പരിശോധിക്കണം. മനസ്സിലായോ? അതായത് ഇതിന്റെ വെയിറ്റ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം ഉണ്ടോ, അതിന്റെ വെയിറ്റ് പരിശോധിക്കണം. അതിന്റെ ക്വാണ്ടിറ്റി പരിശോധിക്കേണ്ട വസ്തുക്കളാണെങ്കിൽ അത് അങ്ങനെ ക്വാണ്ടിറ്റി എണ്ണം നോക്കണം. ബാച്ച് നമ്പർ, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത ഒരു ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും. ആ ബാച്ച് നമ്പർ കറക്റ്റ് ആണോ നോക്കണം. ഇനി എക്സ്പയറി ഡേറ്റുകളൊക്കെ ഓരോന്നിനും ഉണ്ട്, അല്ലെ? എക്സ്പയറി ഡേറ്റ് തീരാൻ പോണത് ഈ അറ്റത്തൊക്കെ നിൽക്കുന്ന എക്സ്പയറി ഡേറ്റുള്ള മരുന്നുകളാണ് നമുക്ക് സപ്ലൈ ചെയ്തെങ്കിലോ പറ്റില്ല. ഇത് ഞങ്ങൾക്ക് വേണ്ട. കാരണം ഇത് നമുക്ക് ഇത്ര ദിവസത്തേക്കുള്ളതാണ്, അപ്പൊ ഇത്ര നാളത്തേക്കുള്ളതാണ് ഞങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തേക്കണേ. അപ്പൊ ആ എക്സ്പയറി ടൈമിനുള്ളിൽ നമ്മുടെ തീർന്നു പോയില്ല എങ്കിലോ നമ്മൾ വെറുതെ അത്രയും ചെലവാക്കി, കോസ്റ്റ് ഒക്കെ മുടക്കി, പണം ചെലവാക്കി വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആവില്ലേ? അപ്പൊ അത് പറ്റില്ല. അപ്പൊ എക്സ്പയറി ഡേറ്റ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, അതിന്റെ വെയിറ്റ്, മറ്റൊക്കെ തൂക്കൊക്കെ നോക്കി ബാച്ച് നമ്പർ കറക്റ്റ് ആണെന്ന് നോക്കി എല്ലാം ചെക്ക് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്? ഡ്രഗ്സ് റിസീവ് ചെയ്യേണ്ടത്, കൈപ്പറ്റേണ്ടത്. അല്ലാതെ വേറെ കിട്ടുന്നത് അപ്പൊ തന്നെ എവിടെയെങ്കിലും മുടക്കം വെച്ചിട്ട് പിന്നെ ചെക്ക് ചെയ്യാമെന്ന് പറയരുത്. ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയായിട്ടാണ് അവർ റിസീവ് ചെയ്യേണ്ടത്. ആൻഡ് some medicines which have എന്താ പറയാ ചില മെഡിസിൻസ് മിക്കവാറും എല്ലാ മെഡിസിൻസും ഹാവ് ടു ബി എന്താ പറയാ അവരുടെ ക്വാളിറ്റി ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് they have to check the quality of each and every medicines. That means they can use the random sample method to check the quality of the medicines. ഇനി ഈ മെഡിസിൻസ് ഒക്കെ കിട്ടി തൂക്കം നോക്കി ബാച്ച് നമ്പർ കറക്റ്റ് നോക്കി എല്ലാം ഒക്കെ നോക്കി ചെയ്തു. പക്ഷെ ഇനിയുണ്ട് അവർക്ക് കടമകൾ ചെയ്യാനായിട്ട്. ഈ കിട്ടിയ മെഡിസിൻസിന്റെ ഒക്കെ
സാമ്പിൾസ് എടുത്തു വെച്ചിട്ട് പരിശോധിക്കണം, ലാബ് ടെസ്റ്റ് നടത്തണം. എന്താണ് തന്നിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത രീതിയിലുള്ള തന്നെയാണോ, അതിന്റെ സാമ്പിൾസ് ഒക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ട് എടുക്കാവുന്ന സാമ്പിൾ രീതി ഏതാണെന്ന് അറിയാമോ? എല്ലാ സാമ്പിൾസും പറ്റില്ല, റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? റാൻഡം സാമ്പിളിംഗ് കേട്ടോ. അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാനല്ലേ, ഇപ്പൊ ചോക്കില്ലേ, നമ്മള് ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതുന്ന ചോക്ക്. ഈ ചോക്ക് നമുക്കറിയാം, ഇതെടുത്ത് നമ്മൾ എഴുതാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒടിഞ്ഞു പോകും അല്ലെ. പക്ഷെ ചില ചോക്കാണെങ്കിൽ നല്ല കുറച്ച് ഇതുണ്ട്. ഈ ചോക്കിന്റെ ഒക്കെ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും ഒക്കെ പരിശോധിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണെന്ന് വിചാരിക്കാം, ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് ഈ ചോക്ക് നല്ലതാണെന്ന് നോക്കണമല്ലോ എന്ന് പറയുന്നത് നമ്മൾ ആ ചോക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചോടി അത് പെട്ടെന്ന് ഓടിഞ്ഞു പോകണല്ലോ. ചോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മൾ കുറച്ച് ബലം കൊടുത്താൽ അതിൽ നമ്മൾ ഒടിഞ്ഞു പോകും. അവർ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഇതെല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട്? സമ്മതിക്കോ? ഇല്ല. അവരെന്ത് പറയും, നമ്മളപ്പോ അതിന് അവിടെ നിന്ന് കൊടുത്ത് ചിലപ്പോ ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ ഒക്കെ കൊടുത്ത് നമ്മളിപ്പോ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകാറുണ്ട് കടയിൽ അല്ലെ. ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളിതിങ്ങനെ പെറുക്കിയൊക്കെ നോക്കിയെടുക്കും. എല്ലാം എടുത്തിട്ട് ഇതിന് അതിലുണ്ടോ, ഇതിന് ഞങ്ങളുണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്മളൊന്ന് നോക്കാൻ അവർ സമ്മതിക്കോ? കുറച്ചൊക്കെ ഒന്നോ രണ്ടോ എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കും. ചിലപ്പോ അവര് തന്നെ സാമ്പിൾ എടുത്തൊന്ന് മുറിച്ചിട്ട് ഇതിനും അതിലുണ്ട് ഒന്ന് നോക്കിക്കോ എന്നൊക്കെ അവർ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തിടും. ഭാഗ്യത്തിന് അവർ തന്നെ അതിലുണ്ടോ, വീട്ടിൽ കൊണ്ട് നമ്മളെടുക്കുമ്പോൾ കൊടുത്തിട്ട് പുളിയായിരിക്കും. ചില ഓറഞ്ച് കഥകളായിരിക്കും. അല്ലാണ്ട് എല്ലാം വിരിഞ്ഞു നോക്കി അല്ലെങ്കിൽ പൊളിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ ഓരോ അരിയും തിന്നു നോക്കിയിട്ട് അതിലുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി ആരെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അപ്പൊ അവിടെ നമ്മൾ നടത്തുന്നത് ഒരു റാൻഡം സാമ്പിളിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരെണ്ണമൊക്കെ എടുത്തിട്ട് അവിടെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരും. നമുക്ക് അത് തരുന്നത് മിക്കവാറും മധുരമുള്ളതായിരിക്കും. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരെണ്ണത്തിന് പോലും മധുരം ഉണ്ടാവില്ല, പുളിയായിരിക്കും. അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെയുള്ള സാമ്പിളിംഗ്, ആ സാമ്പിളിങ്ങിന്റെ ഒരു രീതി പറഞ്ഞു തന്നതാ. എന്നാൽ ചിലതിലേക്ക് നമുക്ക് ഇങ്ങനെ റാൻഡം സാമ്പിളിങ്ങിന് പെടുത്താൻ പറ്റില്ല. ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ എടുത്ത് ഓരോന്നോരോന്നെടുത്ത് പരിശോധിക്കേണ്ടി വരും സാമ്പിൾസ്. ചിലതിന്റെ റാൻഡം ആയിട്ട് ഓരോന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടാണ് സാമ്പിൾസ് പരിശോധിക്കുക. ലാബിൽ കൊണ്ടുപോയി അതിന്റെയൊക്കെ ക്വാളിറ്റി റാൻഡം സാമ്പിൾ ടെസ്റ്റിലൂടെ നടത്തി പരിശോധിച്ച് അത് കൺഫേം ആക്കുക. അതും ചെയ്തിട്ടാണ് മെഡിസിൻസ് വാങ്ങി വെക്കാൻ പാടുള്ളൂ. ആൻഡ് ഇൻ കേസ് ഓഫ് സബ്സ്റ്റാൻഡേർഡ്, എന്താ സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റിയിൽ കുറച്ച് താഴ്ന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ചെലവ് കുറയ്ക്കാൻ വേണ്ടി അത്ര വലിയ ക്വാളിറ്റി ഇല്ലെങ്കിലും ഭയങ്കര ഹൈ ക്വാളിറ്റി ഇല്ലെങ്കിലും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ മെഡിസിൻസ് ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള മെഡിസിൻസ് ഷുഡ് ബി ഡെഫിനറ്റ്ലി പാസ്ഡ് ത്രൂ ലാബ് ടെസ്റ്റ്. അതിനെയൊക്കെ തീർച്ചയായിട്ടും ലാബ് ടെസ്റ്റിന് വിധേയമാക്കി മാത്രമാണ് ഉപയോഗിക്കേണ്ടത് സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസ് ആണെങ്കിൽ. അപ്പൊ ഏതെങ്കിലും മെഡിസിൻസിൽ നമുക്ക് സബ്സ്റ്റാൻഡേർഡ് ആണ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു പോയ ഡ്രസ് ആണ് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്താ പറയാ പാസ്ഡ് ടു ലാബിലേക്ക് കൊടുത്ത് അവിടെ അതിന്റെ ക്വാളിറ്റി കൺഫേം ചെയ്യണം. അല്ലാതെ എടുത്തിട്ട് വേഗം തന്നെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആർക്കെങ്കിലും ഡോക്ടർ ഏതെങ്കിലും പേഷ്യൻസിനൊക്കെ കുറിച്ച് കൊടുത്തിട്ട് അതിന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉത്തരവാദിത്തം പറയേണ്ടി വരും അല്ലെ. അപ്പൊ സബ്സ്റ്റാൻഡേർഡ് ആണ് എന്ന് ഡൗട്ടുള്ള ഏത് മെഡിസിൻസും എന്ത് ചെയ്യണം, ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റ് കൂടാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാർമസിയിലെ മരുന്നിന്റെ ലിസ്റ്റ്, അതിന് പർച്ചേസ് ചെയ്യാൻ മേടിക്കുന്ന ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എപ്പോഴാണ്, അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് അത് ഓർഡർ കൊടുത്തു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ റിസീവ് ചെയ്യണം. റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തൊക്കെ ചെക്ക് ചെയ്യണം, ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റാൻഡം സാമ്പിൾസ് നടത്തി അതിന്റെ ലാബ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കണം. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണെങ്കിൽ അതിന്റെയും ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഫാർമസിയിലെ മരുന്നുകളുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു മൊത്തം ഒരു കാര്യങ്ങളാണ് ആ ഒരു ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? അത് ഓരോ പോയിന്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണേ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the number of units a company, ഏത് കമ്പനിക്കും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഫോളോ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ EOQ എന്ന് പറയുന്നത്. ഇക്കണോമിക്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇക്കണോമിക്സിൽ EOQ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴാണോ ഒരു വസ്തു പർച്ചേസ് ചെയ്യേണ്ടത്, വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അവരുടെ ബിസിനസ്സിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് സ്റ്റോർ ചെയ്യും. ഇത് എപ്പോഴാണ് ഇതിന് ഈ
കൊണ്ടുവന്ന് പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേം ആണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. അവരുടെ ഓരോ കമ്പനിക്കും അവരുടെ സ്റ്റോക്കിനോടൊപ്പം തന്നെ അവരുടെ നിലവിലുള്ള സ്റ്റോക്കിനോടൊപ്പം ഇൻവെന്ററി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനോടൊപ്പം തന്നെ ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച് ഷുഡ് ബി ഓർഡേർഡ്, ഇനിയും അതിനൊപ്പം തന്നെ എത്ര യൂണിറ്റ് കൂടി ഓർഡർ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഓൾസോ ഹോൾഡിംഗ് കോസ്റ്റ്. അതായത് ഈ പറയുന്ന പുതിയ സ്റ്റോക്കിന് വേണ്ടി നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ചെലവ് ചുരുക്കാൻ പറ്റും. ഈ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്, അങ്ങനെ പല പല ചെലവുണ്ട്. നമ്മൾക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യേണ്ടി വരുന്ന ചെലവ്, വെക്കാൻ ആവശ്യത്തിന് സ്ഥലം ഉണ്ടോ എന്ന് നോക്കണം. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമുക്ക് അത് കൊണ്ടുവരുന്നതിന് ഇപ്പോൾ വണ്ടിയിൽ 10, 100, 1000 യൂണിറ്റ് കൊണ്ടുവന്നു, എന്നാൽ അതിനകത്ത് 2000 യൂണിറ്റ് കൊണ്ടുവരാം. അപ്പൊ ആ ഒരു അടുത്ത പ്രാവശ്യം 1000 യൂണിറ്റ് കൊണ്ടുവന്ന് അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ചെലവാക്കുന്നതിനേക്കാൾ നല്ലത് എന്താ? ഒറ്റയടിക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നതല്ലേ. അങ്ങനെയുള്ള പല ചെലവുകളും മിനിമൈസ് ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ തന്റെ കയ്യിലുള്ള ഇൻവെന്ററിയോടൊപ്പം സ്റ്റോക്കിനോടൊപ്പം അഡീഷണൽ ആയിട്ട് ഒരു കമ്പനി ആഡ് ഓൺ ചെയ്യേണ്ടത്, ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് ഇക്കണോമിക് എന്ന് പറഞ്ഞ ഒരു വാക്ക്. ഇക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ അഡ്വാൻറ്റേജിയസ് ആയിട്ട്, അതായത് അതാണ് ലാഭകരമായ രീതിയിൽ പുതിയ യൂണിറ്റിന് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ആ ലാഭകരം എവിടെ നോക്കണം? പലതരത്തിലുള്ള ചെലവുകൾ കുറച്ച് നമുക്ക് ലാഭമായില്ലേ അല്ലെ? ചെലവുകൾ ചുരുക്കിയാൽ എന്താകും? അത് ലാഭമാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹോൾഡിംഗ് കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, അല്ലെങ്കിൽ മറ്റേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കോസ്റ്റുകളുണ്ട്. ഈ കോസ്റ്റുകളൊക്കെ മിനിമൈസ് ചെയ്ത് ഹൗ മച്ച് ടു ബി ആഡഡ് ടു ദ എക്സിസ്റ്റിംഗ് ഇൻവെന്ററി, നിലവിലുള്ള സ്റ്റോക്കിനോടൊപ്പം എത്ര കൂടുതൽ നമുക്ക് ആഡ് ഓൺ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിനെയാണ് നമ്മൾ വിളിക്കുക EOQ അല്ലെങ്കിൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായ? പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. അതായത് നമ്മളിപ്പോ നമ്മുടെ വീടുകൾ, നമ്മൾ ഏത് ബിസിനസിന്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി നമ്മുടെ വീടുകളിലെ കാര്യം നോക്കാം. നമ്മളൊരു വണ്ടി വിളിച്ച് കുറെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം എന്തായാലും നമുക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ എത്തിക്കാനായിട്ട് എന്തായാലും നമുക്ക് ഇത്രയും രൂപ ചിലവാകും. അപ്പൊ ഏതായാലും വണ്ടി വിളിച്ച് പോവുകയല്ലേ, ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം നമുക്ക് ഇതുപോലെ തന്നെ വണ്ടി വിളിച്ച് പോകാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൂരമൊക്കെ പോയി വാങ്ങിക്കേണ്ട പല സാധനമാണ്. അത്രയും ആ ഒരു വണ്ടി വിളിക്കുന്നതും ആ വണ്ടിക്ക് ഓടിക്കേണ്ടി വരുന്ന കാശും ഒക്കെ നമുക്കൊന്ന് ചെലവ് ചുരുക്കാം, ആ ഒരു പോക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നതിനൊപ്പം തന്നെ ഒരുമിച്ച് ആ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരില്ലേ? അത് തന്നെ ആ സംഭവം തന്നെ ഇത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അത് വലിയ ബിസിനസ്സുകാരാകുമ്പോ അവർക്ക് ചെലവുകൾ ഭയങ്കര കൂടുതലാണ്. പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോഴും നമുക്കത് ഹോൾഡ് ചെയ്യാൻ, അത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ സ്റ്റോർ റൂമിനും മറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അതനുസരിച്ചിട്ടുള്ള ഇൻവെന്ററി സ്റ്റോക്കാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അതിനെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. അതായത് അവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാം. അപ്പൊ അതാണ് EOQ എന്താണെന്ന് അതിന്റെ ഫുൾ ഫോം പഠിച്ചു കഴിഞ്ഞാൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പൊ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്തു നമ്മുടെ ഹോസ്പിറ്റൽസിലെ മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. അല്ല ഈ ആഴ്ച പോയി ഒരു 1000 യൂണിറ്റ് വാങ്ങിച്ചു, അടുത്ത ആഴ്ചയും 1000 യൂണിറ്റ് ആവശ്യം വരും. ഇന്നത്തെ നമ്മൾ അത്രയും 2 പ്രാവശ്യത്തെ ആ വണ്ടി പൈസ ഒക്കെ കൊടുത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്ത് എന്ത് ചെയ്യുന്നു? ഈ സാധനം പർച്ചേസ് ചെയ്യുന്നു. അതിന് പകരം ഒറ്റയടിക്ക് അടുത്ത ആഴ്ച എന്തായാലും വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പ്ലേസ് ചെയ്യുന്നത് 1000-ന് പകരം 2000 യൂണിറ്റ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നതല്ലേ അവർക്ക് അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഇക്കണോമിക്കൽ എന്ന് പറയാം. ഇക്കണോമിക്കൽ അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യം അതല്ലേ. കാരണം ഒരു പ്രാവശ്യം കൊടുക്കേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒറ്റയടിക്ക് നമുക്ക് അവിടെ ഇല്ലാതാക്കാം. ആ ഒരു ചെലവ് ഒറ്റയടിക്ക് വെട്ടി ചുരുക്കാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടാവും. ഐ തിങ്ക് സോ. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോകാം. Now let's see which are the records and registers to be kept in hospital pharmacy. ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട എന്താ പറയാ നമ്മളുടെ റെക്കോർഡും രജിസ്റ്ററുകളും എന്താണ്? അടുത്ത ക്ലാസ് ഉണ്ടല്ലേ? 10 ക്ലാസ് അല്ലേ? അയ്യോ സമയം 12 മണി. എത്ര മണി വരെയാ നമ്മുടെ ക്ലാസ്? 12:30 പറയോ? ഒന്ന് പറയോ? സമയമില്ല. ആരോ അവിടെ അതിൽ മുട്ടിപ്പോ ഞാൻ വിളിച്ചു അവിടെ ക്ലാസ്സിന് വേണ്ടി ആരെങ്കിലും വന്നതായിരുന്നു. ഓക്കെ. അപ്പൊ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് which have to be kept in hospital pharmacy. ഇനി ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കാർ കീപ്പ് ചെയ്യേണ്ട കുറച്ച് റെക്കോർഡുകൾ, രജിസ്റ്ററുകൾ അതുണ്ട്.
എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെ പുസ്തകങ്ങൾ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണമെന്ന് മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം. ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിന്റെ സ്റ്റോക്ക് ലെഡ്ജർ, അതായത് ഓരോ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളുടെയും അതിന്റെ സ്റ്റോക്കിന്റെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര അക്കൗണ്ട്, ഇത്ര ക്വാണ്ടിറ്റി ഇന്ന മരുന്ന്, ഇപ്പൊ ഏതെങ്കിലും ഒരു മരുന്ന് എക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന്, അതിന് ഇത്രയും യൂണിറ്റ് പർച്ചേസ് ചെയ്തു, അതിന് ഇഷ്യൂ ചെയ്തു, ഇനി ബാക്കി ഇത്രയുണ്ട്. അപ്പൊ ആ ഒരു അക്കൗണ്ട് ഓരോ മരുന്നുകൾക്കും നമ്മളെ പ്രത്യേകം സൂക്ഷിച്ചു വെക്കണം. ഏതൊക്കെ മരുന്നുകൾ ഹോസ്പിറ്റൽസിലുണ്ടോ അതിനെ കുറിച്ചിട്ടുള്ള സകലമാന മരുന്നുകളുടെയും ലെഡ്ജർ കീപ്പ് ചെയ്യാം. അതെന്തിനാ? പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലാക്കാനാണ്. ഇത് ഇന്ന് എത്ര എണ്ണം ഇനി പുതിയത് ഓർഡർ ചെയ്യണം, ഇത് ഇനി എത്ര ബാക്കിയുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള മരുന്ന് അവിടെ ഓൾറെഡി ഉണ്ട്, ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അവർക്ക് ഈ ഒരു ലെഡ്ജർ കൊണ്ട് സാധിക്കും. സോ സ്റ്റോക്ക് ലെഡ്ജർ ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്സ്, ഓരോ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ഡ്രഗുകളുടെയും സ്റ്റോക്ക് ലെഡ്ജർ ഈ പേരാണ്. പിന്നെന്താ? ഇൻഡന്റ് ആൻഡ് റെസീപ്റ്റ് വൗച്ചർ. ഇൻഡന്റ് എന്താ? റെക്വിസിഷൻ ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പുതിയ മെഡിസിൻസ് വാങ്ങിക്കാൻ വേണ്ടി വെക്കുന്ന പർച്ചേസ് ഓർഡർ, ആ പർച്ചേസ് ഓർഡർ അതിന്റെ ഒരു കോപ്പി. പിന്നെ അത് പർച്ചേസ് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും? അത് സാധനം കൊണ്ടുവരും. അപ്പൊ ഒരു റെസിപ്റ്റ് വൗച്ചർ ഉണ്ട്. നമ്മളിത് വാങ്ങിച്ചില്ല, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ അവരൊരു വൗച്ചർ ഇന്ന സാധനം ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ഹോസ്പിറ്റലിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ വൗച്ചറിൽ നമ്മൾ ഒപ്പിടും. അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നമുക്ക് തിരിച്ചു കൊണ്ടുപോയി അവരവരുടെ കമ്പനിയിൽ എത്തിക്കാനുള്ളത്. ആരാണോ നമുക്ക് സപ്ലൈ ചെയ്യുന്ന അവരുടെ കമ്പനിയിൽ തിരിച്ചു കൊണ്ടുപോയി അതുകൂടെ നമുക്ക് കിട്ടിയെന്ന് അറിയണ്ടേ? സപ്ലൈ ചെയ്യുന്നത് കമ്പനിയിൽ നിന്ന് കമ്പനിയുടെ ആൾക്കാർ അല്ല, അത് സപ്ലൈ ചെയ്യുന്ന സപ്ലയർമാരുണ്ടായിരിക്കും, അവരായിരിക്കും ഇത് കൊണ്ടുവരാം. ഇവരിത് വാങ്ങിച്ച് കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇപ്പൊ നമ്മുടെ പറവൂരുള്ള ഹോസ്പിറ്റൽസിലേക്കാണ് ഒരു കുറച്ച് മരുന്നുകൾ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ മരുന്നുകളാണ് ഓർഡർ ചെയ്തത്, കമ്പനിയിൽ നിന്ന് മരുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അതവിടെ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്തു, നമ്മൾ അതുകൊണ്ട് റിസീവ് ചെയ്യാനായിട്ട് കൊണ്ടുനോക്കിയിരിക്കുകയാണ്. ആ സപ്ലയർ നേരിട്ട് ഇവിടെ കൊണ്ടുവന്നാലാണ് ഞാനത് റിസീവ് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ റിസീവ് ചെയ്യുമ്പോൾ അതിനൊരു പ്രൂഫ് വേണ്ടേ ഞാൻ റിസീവ് ചെയ്തുള്ളത്. ആ വൗച്ചർ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ആ വൗച്ചറിന്റെ ഒരു കോപ്പി, ഇങ്ങനെയുള്ള കോപ്പീസ് ഒക്കെ എടുത്ത് വെക്കണം. എന്തിനാണ്? പർച്ചേസ് ചെയ്യാൻ നമ്മൾ എന്താണോ ഓർഡർ പ്ലേസ് ചെയ്തേ ആ ഓർഡർ പ്ലേസ് ചെയ്ത മരുന്നുകൾ തന്നെയാണോ വന്നത്, ഇതൊക്കെ ഒന്ന് അറിയണ്ടേ, മാച്ച് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തൊക്കെ നോക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ കോപ്പീസ് കീപ്പ് ചെയ്യണം. പിന്നീട് എന്തെങ്കിലും റെഫറൻസിനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. പിന്നെന്താ? ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഡ്രഗുകളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തു, മരുന്നുകളൊക്കെ വന്നതൊക്കെ നോക്കി പരിശോധിച്ചു, ക്വാളിറ്റി ഒക്കെ നോക്കി അതൊക്കെ ഇൻസ്പെക്ട് ഒക്കെ ചെയ്തതിനു ശേഷം അതിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അതിന് വെക്കണം. മനസ്സിലായ? ഇതെല്ലാം ഇവരുടെ ഡ്യൂട്ടിയാണ്. ഇവര് ഹോസ്പിറ്റൽ ഫാർമസിക്കാർക്ക് വെറുതെ വരുന്നെടുക്കുന്ന ജോലിയൊന്നുമല്ല. ഇതൊക്കെ ഇവർ കീപ്പ് ചെയ്യുന്ന കൃത്യമായിട്ട് റെക്കോർഡുകൾ സൂക്ഷിക്കണം. നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും. അതാരായാലും എത്ര വലിയ എന്താ പറയാ ബുദ്ധിമാന്മാരാണ് അല്ലെങ്കിൽ ഓർമ്മശക്തിയുള്ളവരാണെന്ന് പറഞ്ഞാലും കുറെയൊക്കെ നമ്മൾ എന്താണ് പല പല കാര്യങ്ങളും ചെറുതോ വലുതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകാൻ സാധ്യതയില്ല. ഇതൊക്കെ മറന്നു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇൻഡന്റുകൾ റെസീപ്റ്റ് വൗച്ചറൊക്കെ റെക്കോർഡ് ചെയ്യണം, അത് കീപ്പ് ചെയ്യണം. അത് മാത്രമല്ല ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കണം. ദെൻ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആൻഡ് ബിൻ കാർഡ്. എന്താ ബിൻ കാർഡ്? ബിൻ കാർഡിന്റെ ഒരു ഫോർമാറ്റ് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതായത് ഇൻഡെക്സ് രജിസ്റ്റർ, ഓരോ മരുന്നുകൾ അതിന്റെ ഇൻഡെക്സ് നമ്പർ ഇട്ട് അതിന് മരുന്നുകളുടെ പേരുകൾ അടക്കം ഇങ്ങനെ വെക്കണം, എഴുതി വെക്കണം. അതോടൊപ്പം തന്നെ ബിൻ കാർഡുകൾ സൂക്ഷിക്കണം. ഓരോ മരുന്നും എത്ര എണ്ണം ക്വാണ്ടിറ്റി നമ്മൾ റിസീവ് ചെയ്തു, ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് എത്ര എണ്ണം എടുത്ത് ഡിസ്പെൻസ് ചെയ്തു, സപ്ലൈ ചെയ്തു, ഇനി ഹൗ മെനി നമ്പർ ഈസ് റിമൈനിങ്, എത്ര എണ്ണം ബാലൻസ് ഇരിപ്പുണ്ട്. ഇപ്പൊ പാരസിറ്റാമോൾ എന്ന് പറയുന്ന ഒരു മരുന്നാണ് വിചാരിക്കാം, ഒരു ഗുളികയാണെന്ന് വിചാരിക്കാം. അത് 2000 എണ്ണം നമ്മൾ ഓർഡർ ചെയ്തു. അപ്പൊ പർച്ചേസ് ചെയ്ത ഓർഡർ 2000. ക്വാണ്ടിറ്റി ഇവിടെ ബിൻ കാർഡ് എന്ന് കാണിക്കാം നിങ്ങളെ. ബിൻ കാർഡിന്റെ കോളംസ് നോക്കിയേ. റിസീവ് ചെയ്ത ഡേറ്റ്, ആ ഡേറ്റ് അവിടെ എഴുതണം. അതിനുശേഷം ക്വാണ്ടിറ്റി റിസീവ് 2000 എണ്ണം റിസീവ് ചെയ്തു. അപ്പൊ ആ കോളത്തിൽ നമ്മൾ 2000 എന്ന് എഴുതണം. ക്വാണ്ടിറ്റി ഇഷ്യൂ, അതിന് എത്ര എണ്ണം ഇഷ്യൂ ചെയ്യുന്നത്? 200 ഇഷ്യൂ ചെയ്തു, 100 ഇഷ്യൂ ചെയ്തു. ഒരു ദിവസത്തിന്റെ കാര്യമുണ്ടാ. അപ്പൊ അത് ഇഷ്യൂ ചെയ്തു അന്ന് തന്നെ അത് ക്ലോസ് ചെയ്ത് പോകുകയാണെങ്കിൽ, അപ്ഡേറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ എല്ലാം കൂടി കൂട്ടിക്കുറച്ച് ലാസ്റ്റത്തേക്ക് വെക്കണ്ട. അപ്പൊ അതിൽ നിന്ന് എടുക്കുന്ന യൂണിറ്റുകൾ അതപ്പോ തന്നെ അവിടെ നോട്ട് ചെയ്യുന്നു. ഇപ്പൊ ഒരു 100 യൂണിറ്റ് ഇന്ന് ഇഷ്യൂ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്ര ഉണ്ട്? 2000 100 പോയി കഴിഞ്ഞാൽ ബാക്കി 1900 ബാലൻസ് ഉണ്ട്. ഇനി അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും റിമാർക്ക് ആയിട്ട് എഴുതിയിരിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു റിമാർക്ക് വെക്കണം. ഇതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് ഹോസ്പിറ്റൽസിന് മാത്രമല്ല.
പല ബിസിനസ് സംരംഭങ്ങളും ഇതുപോലെയുള്ള ബിൻ കാർഡുകൾ അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബിൻ കാർഡ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഒരു കീപ്പ് ചെയ്യണം. എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ, ഓരോ മരുന്നുകൾക്കിടെയും എന്താണ് എക്സ്പയറി ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കണം. എല്ലാ മരുന്നുകളും 250ഓളം 300ഓളം മരുന്നുകൾ ഒരു ഹോസ്പിറ്റൽസിന്റെ ഡ്രഗ് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു. ഈ മരുന്നുകളുടെ എല്ലാത്തിന്റെയും എക്സ്പയറി ഡേറ്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതിനാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതവിടെ വെക്കണ്ട, അതവിടെ നിന്ന് മാറ്റിക്കൊള്ളണം. കാരണം അങ്ങനെ എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഉണ്ടെങ്കിൽ അതവർക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. മാത്രമല്ല എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ that medicines can be prescribed by the doctors if they are informed correctly. ഡോക്ടേഴ്സിന് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഫാർമസിയിൽ നിന്ന് കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റും? ഫാർമസിക്കാർ പറയുന്നത് ഇന്ന മരുന്നുകൾ ഇരിക്കുന്നുണ്ട്, അതിന് ഇനി 2 മാസത്തെ എക്സ്പയറി കൂടി ഉള്ളൂ, അല്ല 2 മാസം കൂടി ഉള്ളൂ, അത് കഴിയുമ്പോൾ അത് എക്സ്പയറി ഡേറ്റ് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന പേഷ്യൻസിനൊക്കെ അത്തരം മരുന്നുകൾക്ക് കൊടുക്കേണ്ടവർക്ക് ആ മരുന്ന് തന്നെ കുറിക്കും. അല്ലെങ്കിൽ അത് എന്താ പറയാ പകരം ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളും വേണമെങ്കിൽ ചിലപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഇവർക്ക് അറിയില്ലല്ലോ, ഡോക്ടേഴ്സിന് അറിയില്ല. അവരുടെ കയ്യിലുള്ള ഡ്രഗ് ലിസ്റ്റിൽ ഏതൊക്കെ മരുന്നുണ്ടോ അത് അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ എത്ര പേര് ബാക്കിയുണ്ട് സ്റ്റോക്ക് ഒക്കെ അറിയണമെങ്കിൽ ആരറിയുള്ളൂ? സ്റ്റോക്ക് കീപ്പർ, അതായത് മെഡിക്കൽ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉള്ളൂ. സോ ഈ ലിങ്ക് കാർഡ് നൽകി കഴിഞ്ഞാൽ അവർക്ക് അത് ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. അത് അവർ ഡോക്ടേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അതനുസരിച്ച് എന്ത് ചെയ്യാം, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് അത് എഴുതി വെക്കുന്നത്. പിന്നെന്താ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. ഇനി ഏതെങ്കിലും മെഡിസിൻസിന് അഡ്വേഴ്സ് റിയാക്ഷൻ എന്താണ് സൈഡ് ഇഫക്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും അവിടെ എഴുതി വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. ഇന്ന മരുന്നിന് സൈഡ് ഇഫക്ട് ഉണ്ട്, അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ട്. പിന്നെന്താ ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. സപ്ലയർമാരില്ലേ, നമ്മുടെ മെഡിസിൻസ് ആരൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് അവരുടെ ഫയലുകൾ, ആ പേര് ഏത് കമ്പനിയുടെയാണ് ആ കമ്പനിയുടെ പേരിൽ ഒരു ഫോം ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് തന്നിരിക്കുന്ന ആ ഫോം അതും ഫയൽ ചെയ്ത് വെക്കണം. എത്ര യൂണിറ്റുകൾ വീതം ഓരോരുത്തരും ഓരോ സപ്ലയർമാരും സപ്ലൈ ചെയ്തു എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ കയ്യിൽ നിന്ന് കുറെ മെഡിസിൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ പേര് നോട്ട് ചെയ്ത് വെക്കാം, അവരുടെ ഫയലിൽ കീപ്പ് ചെയ്യാം. അവരിൽ നിന്ന് എത്ര യൂണിറ്റ്, ഇപ്പൊ 2000 യൂണിറ്റ്, ഇപ്പൊ 2000 യൂണിറ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അവരുടെ ഫയലുകൾ വ്യക്തമായിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് ഫോർ ദ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. ഇനി നമ്മളുടെ കയ്യിലേക്ക് മെഡിസിൻസ് സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എമൗണ്ട് പേ ചെയ്യുമല്ലോ, അതിന്റെ വൗച്ചർ കീപ്പ് ചെയ്യണം. എത്ര രൂപ കൊടുത്തു, ഇനി എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൊടുത്തതിന്റെ വൗച്ചർ, അതിന്റെ കൗണ്ടർ ഫോളിയോ എന്നുകൂടി അതും കൂടി കീപ്പ് ചെയ്യാം. എത്ര രൂപ പേയ്മെന്റ് ചെയ്തു, ഇനി ബാക്കിയുണ്ടോ അല്ലെങ്കിൽ ഫുൾ പേയ്മെന്റ് ആണോ, അതൊക്കെ നോക്കി അതിന്റെ ലെഡ്ജർ അക്കൗണ്ട് കീപ്പ് ചെയ്യണം. പിന്നെ ഡിനൗൺസിയേഷൻ റെക്കോർഡ്സ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. നമുക്ക് അകത്തേക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടല്ലോ, അതായത് ഫാർമസിയിൽ നമുക്ക് മെഡിസിൻസ് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രമല്ല അല്ലാതെ ഉപയോഗിക്കുന്ന ചെറിയ ഇൻസ്ട്രുമെന്റ്സ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതാണ് കൺസ്യൂമബിൾസ് ആൻഡ് നോൺ കൺസ്യൂമബിൾസ്. അതിനെ കുറിച്ചുള്ള ഡിഫറെന്റ് റെക്കോർഡ്സ് അതും വ്യക്തമായിട്ട് എഴുതി സൂക്ഷിച്ച് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് നോക്കിയൊക്കെ വെക്കുക. പിന്നെ എന്താണ് സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. ഓരോ വർഷവും സ്റ്റോക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷത്തിന്റെയും അവസാനം അവരൊരു സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് കീപ്പ് ചെയ്യും. എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എത്ര ഡിസ്പെൻസ് ചെയ്തു, ബാലൻസ് കറക്റ്റ് ആണോ, കണ്ട ഇത് കൺഫേം ആയി. ഇത്ര യൂണിറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇത്ര യൂണിറ്റുകൾ ആ ഒരു വർഷം സപ്ലൈ ചെയ്തു, ബാക്കി ഇത്രയുണ്ട്. അങ്ങനെ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇയർലി വർഷാവസാനം എല്ലായ്പ്പോഴും അതിന്റെയൊക്കെ കൺഫർമേഷൻ റെക്കോർഡുകളും കീപ്പ് ചെയ്യണം. പിന്നെ ഹോസ്പിറ്റലിന്റെ ഫോർമുലറി ഡ്രഗ് ലിസ്റ്റ് അതും ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു റെക്കോർഡാണ്. പിന്നെ ആന്റിബയോട്ടിക് പോളിസിയാണ്. ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഏതൊക്കെ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുമ്പോൾ there may have some side effects. അതിനൊക്കെ ചിലപ്പോൾ സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടാകാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള പോളിസി, ആ ഒരു റിയാക്ഷൻ വരുന്ന സമയത്ത് വാട്ട് ടു ബി ഡൺ, എന്താണ് നടത്തേണ്ടത് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള ചില റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഹോസ്പിറ്റൽസിൽ ഉണ്ടാകും. അതൊക്കെ വ്യക്തമായിട്ട് എഴുതി അവിടെ തയ്യാറാക്കി വെക്കണം. അതാണ് ആന്റിബയോട്ടിക് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം എല്ലാ റെക്കോർഡുകളും രജിസ്റ്റേഴ്സും എല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള റെക്കോർഡുകളാണ്. മനസ്സിലായോ? ആ റെക്കോർഡുകളുടെ പേരുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഹോസ്പിറ്റൽ എന്താ പറയാ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചിലപ്പോ എന്താ പറയാ 1, 2, 3 വരും. ചിലപ്പോൾ അതിനകത്ത് പെടാത്തത് ഉണ്ടായിരിക്കാം. അപ്പൊ അല്ലെങ്കിൽ ഇതിനകത്ത് പെടാത്തത് ഏതാണെന്നൊക്കെ പറഞ്ഞൊക്കെ ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, ഇൻഡന്റ് ആൻഡ് റെസീപ്റ്റ് വൗച്ചർ,
drug inspection record, index number or register and bill cards, expiry date register, adverse reaction record, file of correspondence of suppliers with quantity, with the units, ledger account of remittance for vouchers, voucher ledger account, consumables and non-consumables, instruments record, yearly stock confirmation, stock confirm record, hospital formulary, that means drug list, antibiotic policy, and the policy when an antibiotic is provided and if it have any toxicity or reaction, antibiotics provide reactions on follow okay. അതായത് നോൺ കൺസ്യൂമേഴ്സ് നമുക്കില്ലേ ചില മരുന്നുകളെ എല്ലാം തന്നെ ഫാർമസിയിൽ കിട്ടുന്ന എല്ലാ സാധനവും അകത്തേക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതാണോ? അല്ലല്ലോ, അല്ലാത്തതുമില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ ഉപയോഗിക്കാൻ പറ്റുന്നതും കഴിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നെബുലൈസ് ചെയ്യുന്ന മെഷീൻസ് അങ്ങനെയൊക്കെ, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അതിനെ കുറിച്ചുള്ള റെക്കോർഡുകൾ, എന്തിനു ഉപയോഗിക്കുന്നു, ഏത് കാര്യത്തിന്, അത് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അകത്തേക്ക് കഴിക്കേണ്ടത് വേറെ, അല്ലാത്തത് വേറെ, മറ്റ് ഇൻസ്ട്രുമെന്റ്സ് എക്യുപ്മെന്റുകളൊക്കെ വേറെ വേറെ ആയിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബിൽ കാർഡിന്റെ ഫോർമാറ്റ് നോക്കി വെച്ചേക്കുക. കാരണം ബിൽ കാർഡ് നമുക്ക് ചിലപ്പോഴൊക്കെ അത് എപ്പോഴും പല കാര്യങ്ങൾക്കും പഠിക്കുമ്പോഴും ഈ ബിൽ കാർഡ് നമുക്ക് ആവശ്യമുള്ളതാണ്. പല ബിസിനസ് സംരംഭങ്ങളും എല്ലാ ബിസിനസ് സംരംഭങ്ങളും കീപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ എന്ന് ബിൽ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അടുത്ത ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക് എന്താണെന്നെങ്കിൽ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇനി അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് മെഡിസിൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റോറിംഗ് ഓഫ് ഡ്രഗ്സ് ആണ്, സ്റ്റോറേജ് ആണ്. ഹോസ്പിറ്റൽസിൽ ഡ്രഗ്സ് ഒക്കെ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് പോലെ, ഒരു ഡയഗ്രാം പോലെ നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. ഡയഗ്രാം കാണാൻ പറ്റുന്നില്ലേ? സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് കണ്ടോ? യെസ്, അക്കോർഡിംഗ് ടു ദ സ്റ്റോറേജ് പ്രൊസീജിയർ ഓഫ് ഡ്രഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4. അതായത് ഓരോ മരുന്നുകളും സ്റ്റോർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് ആ അടിസ്ഥാനത്തില് മരുന്നുകളെ, ഡ്രഗ്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറേജ് പ്രൊസീജിയറിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കേട്ടോ. ബേസിക്സ് അനുസരിച്ച് മരുന്നുകളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ഇങ്ങനെ 4ആയിട്ടാണ്. ഏതൊക്കെയാണ്? ജനറൽ കോമൺ ആയിട്ടുള്ള ഡ്രഗ്സ്, നാർക്കോട്ടിക്സ് മയക്കുമരുന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഡ്രഗ്സ്, അത് ഇൻഫ്ലേമബിൾ പെട്ടെന്നൊക്കെ ഫ്ലേമബിൾ ആയിട്ടുള്ള, അതായത് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എയറിലൊക്കെ കലർന്ന് പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ഒക്കെ സാധ്യതയുള്ള ഡ്രഗ്സ്. പിന്നെ കോൾഡ് സ്റ്റോറേജ്, നമുക്ക് കുറച്ച് ബ്രീസിങ്ങിലൊക്കെ വെക്കേണ്ട ഡ്രഗ്സ്. ഇങ്ങനെ 4 രീതിയിലാണ് മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് ജനറൽ ഡ്രഗ്സ് വിഭാഗം, നാർക്കോട്ടിക്സ് വിഭാഗം, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് വിഭാഗം ആൻഡ് കോൾഡ് സ്റ്റോറേജ് വിഭാഗം. ഇനി അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന മരുന്നുകള് നമുക്ക് ഓരോന്നും എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിനെ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ആദ്യത്തേതാണ് ജനറൽ ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സിനെ സംബന്ധിച്ച് അത് സ്റ്റോർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? While these general drugs are stored, ഈ ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കണം. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഡ്രഗ്സ് ഷുഡ് ബി organized alphabetically in the cabinet. എവിടെയാണ് നമ്മൾ ഈ മരുന്നുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്? ചില ഹോസ്പിറ്റൽസിലൊക്കെ നമുക്കറിയാം പല രീതിയിലാണ്. അത് ഇങ്ങനെ പല തരത്തിലുള്ള റാക്കുകളില് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വാൾസിൽ തന്നെ ഇങ്ങനെ റാക്കുകളായിട്ടൊക്കെ ഫർണിഷിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലടത്ത് നമുക്ക് ഇങ്ങനെ ഉന്തി തള്ളി കൊണ്ടുപോകാൻ പറ്റിയ വലിയ വലിയ സ്റ്റാൻഡുകളൊക്കെ ആയിരിക്കും. അതിനകത്തും ഇതുപോലെ റാക്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോർഷൻസ് ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കാം, പല രീതിയിലാണ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റലിന്റെ രീതി അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും എങ്ങനെ വെച്ചാൽ
it should be arranged alphabetically. എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുക? ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും. ആൽഫബറ്റിക് ഓർഡർ എന്ന് പറയുമ്പോൾ ABCD അല്ലെ? അനുസരിച്ചായിരിക്കും. ഇപ്പൊ ആദ്യത്തെ അക്ഷരം A, രണ്ടാമത്തെ അക്ഷരം B, അങ്ങനെയൊക്കെ ആ Aയിൽ വരുന്നതൊക്കെ. ഇനി ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും സെയിം തന്നെ വന്നാലോ? അപ്പൊ നമ്മള് മൂന്നാമത്തെ അക്ഷരത്തിലേക്ക് കൂടി നോക്കണം. അങ്ങനെ ആൽഫബറ്റിക് ഓർഡർ കൃത്യമായ രീതിയിലായിരിക്കും മെഡിസിൻസ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി. ഏത് മെഡിസിൻസ്? ജനറൽ ഡ്രഗ്സ്. ജനറൽ ഡ്രഗ്സ് ആണ് കേട്ടോ ഈ രീതിയിൽ. ഇനി എന്താണ് കാണിക്കേണ്ടത്? വിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. എന്താണ് ഡെപിക്ട്? യെസ് യെസ് എന്താണ് വിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. ഇനി ജനറൽ ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ വിൻ കാർഡ് നേരത്തെ പറഞ്ഞ സാധനം അതും അവിടെ ഉണ്ടായിരിക്കണം. ആ വിൻ കാർഡ് നോക്കിയിട്ട് അവർക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ ചില ഹോസ്പിറ്റൽ അല്ല മെഡിക്കൽ ഷോപ്പിലൊക്കെ നമ്മൾ കൂടുതൽ കണ്ടേക്കാം. നമ്മൾ ചില മെഡിസിൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ട്രിപ്പ് കൊടുക്കും അല്ലെ? കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർ വേഗം പോയിട്ട് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്പിന്റെ മുമ്പിൽ വന്നിട്ട് അവരുടെ കീബോർഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യണമാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളുടെ ഇവിടെ ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊരു സ്റ്റൈലല്ല കേട്ടോ. അവരുടെ ബിൻ കാർഡ് ആ ഒരു മെഡിസിനും ഓരോ മെഡിസിൻസിനും ഓരോ ബിൻ കാർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ബിൻ കാർഡ് അവര് എന്താണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഡ് നമ്പർ ഉപയോഗിച്ച് അവരതിനെ ഇവരുടെ സ്ക്രീനിൽ അവർ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ അവർക്ക് നോക്കുമ്പോ ഇന്ന മരുന്ന് അടിച്ചു നോക്കി, ഇന്ന മരുന്ന് എക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന് അടിച്ചു നോക്കി. അവർക്ക് കോഡ് നമ്പർ ഉണ്ടായിരിക്കും. ആ കോഡ് വെച്ചിട്ട് അവർ അടിച്ചു നോക്കുമ്പോ ആ എക്സ് എന്ന് പറയുന്ന മെഡിസിന്റെ അല്ലെങ്കിൽ ആ ഡ്രഗിന്റെ ആ ഒരു ബിൽ കാർഡ് അവിടെ സ്ക്രീനിൽ കഴിഞ്ഞു വരും. അപ്പൊ ആ ഒരു മരുന്ന് അവിടെ ഉണ്ടോ, സ്റ്റോക്കിൽ ഇരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഇനി അത് അറിയുമ്പോ തന്നെ അതെന്ത് ചെയ്യാം? അതിൽ നിന്ന് ഇപ്പൊ ഇത്രയും മിനിറ്റ് 10 ഞാൻ ചോദിച്ചു, അപ്പൊ എനിക്ക് 10 തന്നു. അപ്പൊ തന്നെ അവർക്ക് അതവിടെ എൻ്റർ ചെയ്യാം. 10 ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ഇനി ബാലൻസ് എത്രയുണ്ട്? അപ്പൊ ആ ബാലൻസ് കോളത്തിൽ അവരത് അവിടെ കാണിച്ചു കൊടുക്കും. അത് ഓട്ടോമാറ്റിക്കലി അവർ കാണിച്ചു കൊടുക്കും. കമ്പ്യൂട്ടറിൽ ആ ഒരു രീതിയിലുള്ള പ്രോഗ്രാമിങ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്ത് പൊക്കോളും. മനസ്സിലായി? അല്ലാണ്ട് വെറുതെ പോയിട്ട് അവർ പോയിട്ട് ആ സിസ്റ്റത്തിന് മുന്നിൽ വെറുതെ നോക്കണതല്ല. അതൊരു സ്റ്റൈലല്ല. അവിടെ അത് ബാലൻസ് ഉണ്ടോ? ചില മരുന്നുകളെ ഇങ്ങനെ റെഗുലർ ആയിട്ട് എപ്പോഴും വന്ന് ചോദിക്കാത്ത മരുന്നുകളൊക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറെ വല്ലപ്പോഴും റയർ കേസസിലൊക്കെ വരുന്ന മരുന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോയി തപ്പോളൂ. അല്ലെങ്കിൽ നേരിട്ട് പോയി അവിടെ എടുക്കും. ബിക്കോസ് അവരത് എപ്പോഴും എടുക്കുന്നതാ. പുതിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഗുലർ ആയിട്ടൊക്കെ എടുത്തു കൊടുക്കുന്ന മരുന്നുകളാണെങ്കിൽ അങ്ങനെ തപ്പേണ്ട ആവശ്യമില്ല നമ്മുടെ സിസ്റ്റത്തിൽ പോയിട്ട്. ഓക്കെ, അപ്പൊ എനിക്ക് അതിൽ ഇതെല്ലാം ഡെപിക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് പൊസിഷൻസ് എല്ലാവരുടെയും സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അത് നോക്കാൻ പറ്റും. അത് ജനറൽ ഡ്രഗ്സിൽ എന്തായാലും തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഇത് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ആൽഫബറ്റിക് ഓർഡർ മാത്രം നോക്കിയാൽ പോരാ. വൈൽ അറേഞ്ചിങ് ദീസ് മെഡിസിൻസ് ഓർ ഡ്രഗ്സ് ഇറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഷോർട്ട് എക്സ്പയറി ടു ദ ലോങ് എക്സ്പയറി. ഷോർട്ട് എക്സ്പയറി മുൻപിൽ വന്ന് അതിന്റെ പിറകിലേക്ക് എക്സ്പയറിയിലേക്ക് കൂടുതലുള്ളത്, അങ്ങനെ ലോങ് എക്സ്പയറി ഉള്ളത് ഏറ്റവും അവസാനം വരുന്ന രീതിയിൽ വേണം ഡിസ്പ്ലേ വെക്കാൻ അറേഞ്ച് ചെയ്യാൻ. മനസ്സിലായി? ഇപ്പൊ റാക്കുകളിലാണ് വെക്കുന്നതെങ്കിലും ഇപ്പൊ മരുന്നുകൾ വെക്കുമ്പോ ഇപ്പൊ 2024 തന്നെ എക്സ്പയർ ചെയ്ത് പോകുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും മുമ്പിൽ വേണം. ഇനി അതിന്റെ പുറകിലേക്ക് വേണം ലോങ് എക്സ്പയറി ഡേറ്റ് ഉള്ള എന്ത് ചെയ്യേണ്ടത് മരുന്നുകൾ ബാക്കിൽ വെക്കണം. കാരണം എന്താ? നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് ആരെങ്കിലും ചോദിക്കുമ്പോ ആദ്യം ചെന്നെടുക്കുന്നത് ബാക്കിൽ അതായിട്ട് ബാക്കിൽ കൂടെ കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ ഇരിക്കുന്ന എല്ലാം കൂടി ഇടിഞ്ഞു കഴിഞ്ഞ് താഴെ വീഴും. പിന്നെ അതൊന്നും വെക്കാൻ വേറെ ആൾക്കാർ അറിയും വേണ്ടേ? നമ്മൾ എപ്പോഴും ഏറ്റവും മുമ്പിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് എടുക്കുക അല്ലെ? അപ്പൊ അതുപോലെ അറേഞ്ച് ചെയ്യുമ്പോഴും ഇറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഷോർട്ട് എക്സ്പയറി അറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. മനസ്സിലായ കാര്യം? മനസ്സിലായ എന്താണ്? ഓക്കെ, ഇനി അപ്പൊ അതിന് മനസ്സിലായില്ല എന്താണ്? Okay, next one. അടുത്ത പോയിന്റ് എന്താ? FIFO method should be adopted. ഈ പറയുന്ന മരുന്നുകൾ എടുത്തു കൊടുക്കുമ്പോഴും ഷോർട്ട് എക്സ്പയറി മുമ്പിൽ വരും. അത് കഴിഞ്ഞിട്ട് ബാക്കിലേക്കാണ് ലോങ് എക്സ്പയറി ഡേറ്റിലുള്ള മരുന്നുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ they should follow FIFO method. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടത്. എന്താ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ? നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെച്ചേക്കണം മരുന്നുകള് ആദ്യം എടുത്ത് പേഷ്യൻസിന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ എടുത്തു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ വന്നത് അവസാനമായിട്ട് എടുക്കുക. ഓക്കെ,
നമ്മുടെ വീടുകളിൽ നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നവരല്ലേ. അരി, പഞ്ചസാര, തേയില ഒക്കെ വാങ്ങിക്കും അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? നമ്മള് അറ്റത്ത് തീർന്ന് പാത്രം കഴുകി വെച്ചിട്ടാണോ നമ്മൾ പുതിയ സാധനം പോയി വാങ്ങിക്കാം? ഇപ്പൊ ഉദാഹരണത്തിന് ഷുഗർ, റൈസ്, അതുപോലെ തന്നെ തേയില, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു വീട്ടില്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം മറ്റെന്തിനേക്കാളും. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യട്ടെ. പാത്രം ഇങ്ങോട്ട് കഴുകി വെച്ചിട്ട് നമുക്ക് പുതിയ വാങ്ങിക്കാന്നല്ലല്ലോ നമ്മൾ എടുക്കാം അല്ലെ. ഏകദേശം 1-2 ദിവസത്തേക്ക് ബാലൻസ് ഇരിക്കാൻ തന്നെ പർച്ചേസ് ന്യൂ അല്ലെ. പുതിയത് നമ്മൾ വാങ്ങിക്കാൻ പോയി. പക്ഷെ പുതിയത് വാങ്ങിക്കുമ്പോ ഒന്ന് കഴിഞ്ഞിട്ട് പുതിയത് വാങ്ങിച്ചാണല്ലോ, പഴയത് അവിടെ ഇരിക്കട്ടെ, ഇന്ന് പുതിയത് അങ്ങനെ ഇടാം അല്ലെ എന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയൊക്കെ എന്ത് ചെയ്യുന്നു? പുതിയത് പൊട്ടിച്ചെടുത്ത് നമ്മൾ ഇടുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണോ ചെയ്യാ? അല്ല, പഴയത് ഫുള്ള് തീർക്കും. എന്നിട്ട് നമ്മൾ ആ പാത്രമൊക്കെ കഴുകി വെക്കാൻ പറ്റുമെങ്കിൽ കഴുകിയൊക്കെ നമ്മൾ വീണ്ടും രണ്ടാമത് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അങ്ങനെ. അതുപോലെ ഹോസ്പിറ്റൽസിൽ ജനറൽ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഫോളോ ചെയ്യണം. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന മെഡിസിൻ ഷുഡ് ബി സപ്ലൈഡ് ഫസ്റ്റ്. ആദ്യം തന്നെ എടുത്ത് കൊടുക്കണം. ഓക്കെ, ആൻഡ് ദ ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഡ്രഗ്സും എടുത്ത് എന്ത് ചെയ്തോളണം? കൊടുത്ത് തീർത്തോളണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പേഷ്യൻസിന് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ആൻഡ് എക്സ്പയറി കഴിഞ്ഞു പോയാലോ, ഇൻ കേസ് ഏതെങ്കിലും മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇഫ് ദ ടൈം ഈസ് ഓവർ, അവരുടെ ആ മെഡിസിന്റെ ടൈം തീർന്നു പോയി, എക്സ്പയറി ഡ്രഗ്സ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് ഈ എങ്ങനെയാണ് ഇത്തരം എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് ഉണ്ടായിരിക്കും. അവർക്കൊരു നിയമമൊക്കെ ഉണ്ട്. ആ നിയമപ്രകാരം മാത്രമാണ് അത് എന്ത് ചെയ്യേണ്ടത്? ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലാതെ തോന്നുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി കൊണ്ടുപോയി ഇടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഡിസ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. മരുന്നുകൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഡിസ്പോസ് ചെയ്യുക. അപ്പൊ ഡിസ്പോസ് ചെയ്യുമ്പോൾ സ്ട്രിക്ട് റൂൾസ് വിച്ച് ഷുഡ് ബി ഫോളോഡ്. ഹോസ്പിറ്റലിന്റേതായ കൃത്യമായ ഡിസ്പോസൽ റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അതാണ് ജനറൽ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പൊ എങ്ങനെയാ? should be arranged in alphabetical order in the cabinet. Cabinet alphabetic order ലായിരിക്കണം general drugs store ചെയ്യേണ്ടത്. And it should depict the bin card. Bin card depict ചെയ്യണം ഓരോ മെഡിസിൻസിന്റെയും. Short expiry in the front and the long expiry at the back രീതിയിലായിരിക്കണം മെഡിസിൻസ് or drugs should be arranged. അത് നമ്മൾ പറഞ്ഞു. പിന്നെ FIFO method should be followed while dispensing the medicine. Medicines dispense ചെയ്യുമ്പോൾ FIFO method ആയിരിക്കണം follow ചെയ്യേണ്ടത്. Drugs should be used before the expiry date. Expiry date കഴിയുന്നതിന് മുമ്പ് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. Expiry drugs should be disposed as per the rules of the hospital. ഹോസ്പിറ്റലിന്റെ റൂൾസ് അനുസരിച്ച് മാത്രമാണ് എക്സ്പയറി ഡ്രഗ്സ് ഡിസ്പോസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇനി രണ്ടാമത്തെ വിഭാഗം ഏതാ? രണ്ടാമത്തെ സ്റ്റോറേജ് of drugs in the basis. Secondly, it is classified as narcotic drugs. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്ന വിഭാഗം. ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് വിഭാഗത്തില് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഓക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന് സ്പെഷ്യൽ സ്ഥലം പ്രൊവൈഡ് ചെയ്യും. നാർക്കോട്ടിക് ഡ്രഗ്സ് മറ്റ് ജനറൽ ഡ്രഗ്സ് ഒക്കെ ഇരിക്കുന്നതിന്റെ ഇടയിൽ കൊണ്ട് കുട്ടികളൊക്കെ വെക്കാൻ പാടില്ല. ഇത് നമുക്ക് അനസ്തീഷ്യ ഒക്കെ കൊടുക്കുമ്പോൾ ആവശ്യമുള്ള ഡ്രഗ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഏരിയ പ്രൊവൈഡ് ചെയ്യുക. സ്പെഷ്യൽ ഓർഗനൈസേഷൻ, സ്പെഷ്യൽ അറേഞ്ച്മെന്റുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ലൈക്ക് മോർഫിൻ, പെത്തഡിൻ ആൻഡ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നതൊക്കെ ഈ നാർക്കോട്ടിക് ഡ്രഗ്സിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എന്താ പറയാ, പെയിൻ റിലീഫിനും അതുപോലെ തന്നെ മറ്റും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. പെയിനൊക്കെ എന്താ പറയാ, ഒരു പെയിനൊക്കെ ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മയക്കണേ അല്ലെ. അനസ്തേഷ്യസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ബോധരഹിതരാകുന്നതും അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് പെയിൻ ഫീൽ ചെയ്യാവുന്നതും? കാരണം അത് പെയിൻ റിലീഫ് ആക്കുന്ന ഒരു മരുന്നാണ് ഇൻജെക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റുറേറ്റ്സ്. അപ്പൊ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരും അല്ലെ. ഏത് ഇപ്പൊ ഞാൻ ചോദിക്കാം, മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റുറേറ്റ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് ഡ്രഗ്സ് എന്നതൊക്കെ ഇന്ന ഡ്രഗ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ അത് ജനറൽ ഡ്രഗ്സ് ആണോ,
കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആണോ, അല്ലെങ്കിൽ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണോ, അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മള് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, നമുക്ക് എഴുതാം അല്ലെങ്കിൽ ടിക്ക് ചെയ്യാം. നാർക്കോട്ടിക് ഡ്രഗ്സ് വിഭാഗത്തിൽപ്പെട്ടതാണ്. എക്സാമ്പിൾ അടുത്ത ക്വസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഈ ഡ്രഗ്സ് എല്ലാം തന്നെ ഈ മോർഫിൻ, പെസിലിൻ, ബാർബിറ്ററേറ്റ്സ് എന്ന് പറയുന്ന പെയിൻ റിലീഫ് ആയിട്ടുള്ള ഇത്തരം ഡ്രഗ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ സ്പെഷ്യൽ അറേഞ്ച്മെന്റ്. സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കീപ്പ് ചെയ്യാൻ പാടുള്ള, ഒരു ഡിഫറെന്റ് സ്പേസിലായിരിക്കണം. ആൻഡ് ഇതിനകത്ത് പ്രിസൈസ് റെക്കോർഡിംഗ്, ഇതൊക്കെ എടുക്കുമ്പോഴും എടുത്ത് എത്രത്തോളം ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ ഡ്രഗ്സ് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ എത്രത്തോളം അളവിലെടുത്തു, ഇനി ബാക്കി എത്രയുണ്ട്, അതിനും വേണ്ടിയിട്ട് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. ഓൾവേസ് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എന്ത് ചെയ്യണം? പൂട്ടി ഉള്ള സ്ഥലത്ത് തന്നെ ഉപയോഗിക്കുക. അതായത് ഇപ്പൊ എന്താ പറയാ, നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പർട്ടിക്കുലർ സാധനം പിന്നെ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ഭദ്രമായിട്ട് അടച്ച് ഉള്ള ഒരു കണ്ടെയ്നറിലോ ക്യാബിനറ്റിലോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്ത് തന്നെ വെക്കണം എപ്പോഴും. പൂട്ടുള്ള താക്കോലും അതില്ലെങ്കിൽ കീ അടിച്ച് പൂട്ടാൻ പറ്റുന്ന സാധനമാണ്, പക്ഷെ എങ്കിലും അത് കീ കൊണ്ട് ലോക്ക് ചെയ്തിട്ടില്ല, വെറുതെ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലത്. ലോക്ക് ആൻഡ് കീയില് തന്നെ വെക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ പൂട്ടി തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ് ഉണ്ടായിട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഫോർ നാർക്കോട്ടിക് ഡ്രഗ്സ് ലൈക്ക് മോർഫിൻ, പെസിലിൻ ആൻഡ് ബാർബിറ്ററേറ്റ്സ്. ഇതൊക്കെ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് കൊടുക്കണം. പ്രിസൈസ് റെക്കോർഡിംഗ്സ് വേണം. ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആൻഡ് ഓൾസോ ഓൾവേസ് ടു ബി കെപ്റ്റ് അണ്ടർ സ്റ്റോർ in lock and key. Lock and key ഉപയോഗിച്ച് തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. ഇൻഫ്ലേമബിൾ, പെട്ടെന്ന് എയറിലൊക്കെ നമ്മുടെ വായുവുമായിട്ടൊക്കെ എന്താ പറയാ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡ്രഗ്സ് ആണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ആൻഡ് അതിന് ഉദാഹരണങ്ങൾ പറയുന്നത് സ്പിരിറ്റ്, ഗ്യാസ്, മറ്റ് കെമിക്കൽസ് എല്ലാം. അപ്പൊ സ്പിരിറ്റ്സ്, ഗ്യാസ് ആൻഡ് മറ്റു കെമിക്കൽസ് ഒക്കെ തന്നെ ഇറ്റ് ക്യാൻ ബി ഈസിലി ഇൻഫ്ലേമബിൾ. അപ്പൊ പെട്ടെന്ന് ഇൻഫ്ലേമബിൾ ആകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഡ്രഗ്സ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ സ്പിരിറ്റും ഗ്യാസും അതുപോലെ കെമിക്കൽസും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ഡിഫറെന്റ് എൻക്ലോഷർ. പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഭാഗത്ത് അടച്ചുറപ്പുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് നമ്മള് അതന്നെ വായു, അതല്ല എയറുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ വരുമ്പോ കോൺടാക്റ്റിൽ വരുമ്പോ എയർ കോൺടാക്ട് ഒക്കെ വരുമ്പോ ഏതെങ്കിലുമൊക്കെ എയർ, നമുക്കറിയാലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ഉണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ ചില മെഡിസിൻസ് ഒക്കെ ചെറുതുമായിട്ടൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും കോൺടാക്റ്റിൽ വന്നു കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് കത്തി പിടിക്കാനൊക്കെ സാധ്യതകളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിഫറെന്റ് എൻക്ലോഷറിൽ അടച്ചുപൂട്ടിയൊക്കെ എന്താ പറയാ സൂക്ഷിക്കണം, സ്റ്റോർ ചെയ്യണം. ആൻഡ് ഇത്തരം സാധനങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സഫീഷ്യന്റ് വെന്റിലേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. ആവശ്യത്തിന് വെന്റിലേഷൻ കൊടുക്കണം. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എയർ പാസേജ്. ഇപ്പൊ പണ്ടത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള എയർ പാസേജ് അല്ലെങ്കിൽ വെന്റിലേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ മോഡലിലുള്ള വീടുകളൊക്കെ പണിത് കഴിഞ്ഞപ്പോ അതൊരു കുഞ്ഞ് റൗണ്ട് ഷേപ്പായി. കുറച്ച് മതി എയർ പാസേജ് അതിന് വേണ്ട, കുറച്ച് മതി എന്നുള്ള രീതിയിൽ ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു എന്താ പറയാ റൗണ്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പല പുതിയ വീടുകളിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഓക്കെ എങ്ങനെയൊക്കെ ആയാലും റൗണ്ട് ആയിക്കോട്ടെ റെക്ടാംഗിൾ ആയിക്കോട്ടെ എന്തായാലും എയർ പാസേജിന് വേണ്ടിയിട്ടുള്ള വെന്റിലേഷൻ ഫെസിലിറ്റി എന്തായാലും അത്തരം എൻക്ലോസേഴ്സ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. എങ്ങാനും പെട്ടെന്നൊക്കെ തീപിടുത്തം ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ്, ഫയർ എന്താ പറയാ ഫയർ ഫോഴ്സിനെയൊക്കെ നമ്മൾ വിളിക്കില്ലേ, അതിന് വേണ്ട അല്ലാതെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള, തീ കെടുത്താനുള്ള, പെട്ടെന്ന് അവരൊക്കെ വന്നു കഴിയുമ്പോൾ സമയം പോകും. അപ്പൊ ഹോസ്പിറ്റൽസിലും നിർബന്ധമായിട്ട് വേണ്ടതാണ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്. പെട്ടെന്നൊക്കെ ഏതെങ്കിലും ഭാഗത്തൊക്കെ തീപിടുത്തം ഉണ്ടായാൽ അവർക്ക് തന്നെ അത് എടുത്തിട്ട് ആ ഒരു ഗ്യാസ്, അതിൽ നിന്നുണ്ടാവുന്ന ഗ്യാസ് ആ ഫയറിലേക്ക് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ, കെടുത്താൻ തരത്തിലുള്ള ഗ്യാസ് ആയിരിക്കും അതിനകത്ത് ഫിൽ ചെയ്തിരിക്കുക. അപ്പൊ അതെടുത്തിട്ട് നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയർ നമുക്ക് കെടുത്താൻ സാധിക്കും. അല്ലെങ്കിൽ തീപിടുത്തമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1, 2, 3 ആളുകളൊന്നും അല്ലല്ലോ ഹോസ്പിറ്റൽസിൽ, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ വലിയ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും അത്തരം സ്ഥലത്ത് അടുത്ത് തന്നെയായിട്ട് വേണം. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കീപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ. ക്ലിയർ?
and exhaust fans for air passage. വീണ്ടും ഈ വെന്റിലേഷൻ ഉണ്ടെങ്കിലും എയർ പാസേജിന് വേണ്ടി വീണ്ടും എന്താണ് എക്സോസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഗ്യാസ് ഒക്കെ അല്ലെങ്കിൽ ഇതുപോലെ കെമിക്കൽസ് ഒക്കെ പെട്ടെന്ന് ലീക്കായി അതിനകത്ത് ആ മുറിക്കാതെ അത് അടച്ചു മൂടി വെച്ചിരിക്കുന്ന മുറിയിലോ അത്തരം സ്ഥലത്തോ ഉണ്ടായി കഴിഞ്ഞാൽ അത് മുഴുവൻ അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് കയറി എന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ വേണമെങ്കിൽ ഒന്ന് ഇരുട്ടൊക്കെ ആണെന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇൻഫ്ലേമബിൾ ആകും. ഓക്കെ, അപ്പൊ അതോടെ അത്രയും ഗ്യാസസ് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെപ്പോഴും അതിങ്ങനെ വലിച്ച് പുറത്തേക്ക് അത്തരം ഇങ്ങനെ കലർന്നിരിക്കുന്ന സാധനമൊക്കെ പുറത്തേക്ക് എന്ത് ചെയ്യും, എടുത്ത് മാറ്റിക്കളയും. അപ്പൊ ആ ഒരു സിസ്റ്റം കൂടി ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കീപ്പ് ചെയ്യുന്ന ഏരിയയിൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ആൻഡ് ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ on the basis of സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഇനി എല്ലാ മരുന്നുകളും ഇങ്ങനെ എല്ലാം തന്നെ എവിടെയെങ്കിലൊക്കെ ഈ പറയുന്ന പോലെ അറേഞ്ച്മെന്റുകളൊക്കെ നടത്തുന്നത് പോലെ തന്നെ സം ഡ്രഗ്സ് ഓർ മെഡിസിൻസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ഫ്രീസിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ്. ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് കോൾഡ് സ്റ്റോറേജിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ഇതൊക്കെയാണ്. ഇതെല്ലാം തന്നെ ഷുഡ് ബി കെപ്റ്റ് ഇൻ കോൾഡ് സ്റ്റോറേജ്. അതിന്റെ നമ്മൾ കൂളാക്കി വെക്കുന്ന അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും മീഡിയം ഉപയോഗിച്ച് തന്നെ അത് കീപ്പ് ചെയ്യണം. ആൻഡ് ആ കോൾഡ് റൂം അല്ലെങ്കിൽ ആ ഒരു കൂളിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലായിരിക്കും. എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ്. ആ ഡിഗ്രി സെൽഷ്യസ് എഴുതിയിരിക്കുന്നതിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. പെർസെന്റേജിന്റെ ചിഹ്നമാണ് അവിടെ കിടക്കുന്നത്. അത് മാറ്റി നമുക്കറിയാലോ ഡിഗ്രി സെൽഷ്യസ് എഴുതാൻ. എങ്ങനെയോ 15 എഴുതിയിട്ട് മുകളിലൊരു കുഞ്ഞു 0, അത് 15 ഡിഗ്രി സെൽഷ്യസിന്റെ സി. അപ്പൊ 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് കേട്ടാ, അങ്ങനെയാണ് അത് എഴുതണ്ടേ. അപ്പൊ അവിടേക്കൊക്കെ ഒരു ചെറിയ തെറ്റുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഏകദേശം 15 to 20 ഡിഗ്രി സെൽഷ്യസ് കൂളിംഗ് കിട്ടുന്ന ഒരു റൂമിലായിരിക്കണം നമ്മളുടെ വൈറ്റമിൻസ്, ആന്റിബയോട്ടിക്സ്, അതുപോലെ ലിവർ എക്സ്ട്രാക്ട്സ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടത്. അത് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളത്. ആൻഡ് ദ റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻഡ്. അതായത് ആവശ്യത്തിന് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ അധികം അങ്ങോട്ട് തണുപ്പ് കൂടുതലാകാൻ പാടില്ല, എന്നാൽ വളരെയധികം കുറഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും ആ ഒരു റൂമിനും ഉണ്ടായിരുന്നു. AC ആയിരിക്കണം ആ മുറി എന്ന് പറയുന്നത്. കൂടുതൽ ടു കൂളാവാനും പാടില്ല, ടു ഹോട്ടാവാനും പാടില്ല. അപ്പൊ അതിനൊരു അങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ അവർ പറഞ്ഞിരിക്കുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അത് മോഡറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള AC ഫെസിലിറ്റിയും ആ ഒരു റൂമിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദ ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, ഹോർമോൺസ് എക്സെട്ര. ഇനി മറ്റ് കോൾഡ് സ്റ്റോറേജിൽ വേണ്ട മറ്റു തരത്തിലുള്ള മരുന്നുകളുണ്ട്. വാക്സിനുകള്, സെറംസ്, അതുപോലെ തന്നെ എന്താ ഹോർമോണുകള്, ഇതൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത് 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2 to 8 ഡിഗ്രി സെൽഷ്യസ്. അത് കുറച്ചുകൂടി താഴെയുള്ള കൂളിങ്ങിലേക്കാണ്, അതായത് കുറച്ചുകൂടി കൂളാവും. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയാ മെഷർമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 2 ഡിഗ്രി to 8 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് മീൻസ് ഡീപ്പ് ഫ്രീസിംഗ് ആവശ്യമുള്ളതാണ് അതിനൊക്കെ. മറ്റേത് അത്രയും വേണ്ട. 15 to 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ആന്റിബയോട്ടിക്സിനും വൈറ്റമിൻസിനും അതുപോലെ തന്നെ ലിവർ എക്സ്ട്രാക്ട്സിനും അത്രയും കൂളിംഗ് ആവശ്യമില്ല. എന്നാൽ ഇവിടെ സെറാംസ്, അതുപോലെ തന്നെ ഹോർമോൺസ്, വൈറ്റമിൻ, വാക്സിൻസ്, അതിനൊക്കെ കുറച്ച് കൂടുതൽ ഡീപ്പ് ഫ്രീസിംഗ് ആവശ്യമുള്ള ഡ്രഗ്സ് ആണ്. ഓക്കെ. ആൻഡ് ടെമ്പറേച്ചർ എക്സ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് ആ റൂമിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയൽ തെർമോമീറ്ററും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ചാർട്ടിങ്ങും ഒക്കെ ഉണ്ടായിരിക്കണം ആ റൂമിൽ. ഇത് എപ്പോഴും ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണിക്കുന്ന എന്താ പറയാ ഡിജിറ്റൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒത്തിരി ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉണ്ട്. ഡയൽ തെർമോമീറ്റർ ഒക്കെ ഈ റൂമിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് എക്സിബിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി സംവിധാനവും ആ മുറിക്ക് ഉണ്ടായിരിക്കണം. കാരണം അതിങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ അതിനകത്തിരിക്കുന്ന ആ ഡ്രഗ്സിന് കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയൽ തെർമോമീറ്റർ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്.
ഓക്കെ, അപ്പൊ അതാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ സ്റ്റോറിങ്ങിന്റെ ബേസിസിലാണ് ഇങ്ങനെ ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആൻഡ് നമ്മളുടെ എന്താ പറയുക കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എന്ന് പറയുന്ന 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലാക്കി പറയൂ. മനസ്സിലായില്ല? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. യെസ്, അപ്പോ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ ബേസിസിൽ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്താണ് നമ്മളിപ്പോ കണ്ടത്. യെസ്, ഇനി അടുത്തത് എന്താ? മെഡിക്കേഷൻ പ്രൊസീജിയർ. ഇനി മരുന്ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. പേഷ്യൻസിന് മരുന്നുകൾ പേഷ്യൻസിനും അതുപോലെ തന്നെ ഒക്കെ കൊടുക്കുമ്പോ അതിന് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ മരുന്ന് എടുത്തു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ IP, അതായത് ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ക്യാബിൻസിൽ അല്ലെങ്കിൽ വാർഡ്സിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ഹൗ ദ മെഡിക്കേഷൻസ് ആർ പ്രൊവൈഡഡ്, എങ്ങനെയാണ് മരുന്നുകൾ കൊടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രൊസീജിയേഴ്സ് ആണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. നമുക്കറിയാം ആരാ മരുന്ന് കൊടുക്കണേ. മരുന്ന് എടുത്തു കൊടുക്കുന്നത് ഫാർമസിയിലുള്ളവരാണ്. പക്ഷെ ആ മരുന്ന് അവരുടെ ഇഷ്ടത്തിനാണോ കൊടുക്കുന്നത്? ഞാനിപ്പോ എന്തെങ്കിലും രോഗമായിട്ട് ചെന്നിട്ട് ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്? അല്ല. ബിഫോർ ദാറ്റ് വി ഹാവ് ടു കൺസൾട്ട് ദ ഡോക്ടേഴ്സ്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ്. ആരാണ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നമുക്കറിയാലോ. ഈ ഡോക്ടർമാരും മരുന്നുകൾ എഴുതുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കതിൽ നിന്ന് എത്ര മരുന്നുകളുടെ പേര് വായിച്ചെടുക്കാൻ പറ്റും? നമ്മൾ എന്ന് നോക്കിയാണ് നമ്മൾ ഡോക്ടർ എഴുതുന്നത് എന്ന് അല്ലെ? നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് എങ്ങനെ ഇവർ ഈ ഹാൻഡ് റൈറ്റിംഗ് അവിടെ പോയി അതും തന്നെ പഠിച്ചത് നമുക്ക് പലപ്പോഴും തോന്നും അല്ലെ. ഇത് എങ്ങനെ, ഇത് ഏത് സ്കൂളാണ് ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് പഠിക്കുന്നത്? എങ്ങനെയാണ് അവിടെയും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി നമ്മൾ എല്ലാവരും ഒരുപോലെ പഠിക്കുന്നത് അല്ലെ. LKG UKG ഒക്കെ കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഒരുപോലെയാണ്. അപ്പൊ എല്ലാവരും ചെറിയ വ്യത്യാസമൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും, എന്നാൽ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടാകുമോ? അവർ നമ്മളൊക്കെ ഒരേപോലെ പഠിച്ചു. പക്ഷെ എനിക്കറിയില്ല, നമുക്ക് ഇപ്പോഴും അത് അൺനോൺ ഫാക്ട് ആണ്. എനിക്കറിയില്ല അതെങ്ങനെയാണ് അങ്ങനെ വരാന്ന്. ഡോക്ടേഴ്സ് ആയിട്ട് മാറി കഴിയുമ്പോൾ അവർക്ക് ദേ ഹാവ് ദെയർ ഓൺ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെ. അവർക്ക് അവരുടേതായ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട്. അവര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് പലതും നമുക്ക് വായിക്കാൻ പറ്റില്ല. ആദ്യത്തെ അക്ഷരം ചിലപ്പോൾ വായിക്കാൻ പറ്റും, എങ്ങാണ്ട് ചിലപ്പോൾ ലാസ്റ്റത്തെ അക്ഷരവും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതിന്റെ ഇടയിൽ കുറെ അക്ഷരങ്ങളുണ്ട്. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് ദൈവത്തെ അറിയാം അല്ലെ, നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ വൈ പ്രിസ്ക്രൈബിംഗ് ദ മെഡിസിൻസ്, ഡോക്ടേഴ്സ് ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ക്രൈബ്ഡ് ടു എനി അതർ ലാംഗ്വേജ്. അതായത് ഈ പറയുന്ന മെഡിസിൻസ് ഇംഗ്ലീഷ് വെച്ചതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. ആ മെഡിസിൻസിന്റെ പേരുകൾ നഴ്സസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില നഴ്സുമാരുണ്ട്. ദേ ഹാവ് ടു ട്രാൻസ്ക്രൈബ് ദ മെഡിസിൻസ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടേഴ്സ്. ഈ ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഈ നഴ്സുമാർ എന്ത് ചെയ്യുന്നു, അവരുടെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അനുസരിച്ച്, അതായത് ഹോസ്പിറ്റലിന്റെ ഇൻഫോർമേഷൻ IP അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നഴ്സസ് എന്ത് ചെയ്യുന്നു, ഈ മെഡിസിൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. അവരുടെ വേറൊരു രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഇലക്ട്രോണിക് മെഷീൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫാർമസിയില് ഈ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇലക്ട്രോണിക് മെഷീൻ ഈ നഴ്സസ് അവരുണ്ടാക്കിയ ട്രാൻസ്ക്രൈബ് ചെയ്ത ആ മെഡിസിൻസ് ഡോക്ടർമാർ എഴുതുന്നു, നഴ്സുമാരത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ആ മെഡിസിൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രോണിക് ഒരു മെഷീന്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു, ആ മെഡിസിൻസിന്റെ ഒരു റിട്ടേൺ ഫോം പോലെ പ്രിന്റ് ഔട്ട് ഫോം ആക്കി എടുത്ത് ആ പ്രിന്റഡ് ഫോമിൽ നോക്കിയിട്ടാണ് ഫാർമസിസ്റ്റുകൾ പോയി മരുന്ന് എടുക്കുന്നത്. അല്ലാണ്ട് ഫാർമസിസ്റ്റുകൾക്കും വലിയ കാര്യമായിട്ട് വായിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായി? ആദ്യം തന്നെ വി ഹാവ് ടു ട്രാൻസ്ക്രൈബ്. അതിന്റെ പ്രത്യേകം നഴ്സസ് ഉണ്ട്, അവരാണത് ട്രാൻസ്ക്രൈബ് ചെയ്യുക. ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് എവിടെ കൊടുക്കും? മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിന്റെയും കൊടുക്കും. ഹോസ്പിറ്റൽ ഫാർമസിയിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിന്റെ അവരുടെയിലേക്ക് കൈമാറും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇലക്ട്രോണിക് മെഷീൻ. ആ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ ഈ ട്രാൻസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് അതൊരു പ്രിന്റഡ് ഫോമിലേക്ക് ആക്കി ആർക്ക് കൊടുക്കും? ഫാർമസിസ്റ്റുകൾ കൊടുക്കും. മനസ്സിലായി? ആ ഒരു ഓർഡർ അങ്ങനെയാവുന്നത്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും, നഴ്സസ് ട്രാൻസ്ക്രൈബ് ചെയ്യും യൂസിംഗ് ഇലക്ട്രോണിക് മെഷീൻ. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇറ്റ് മേക്സ് ഇൻടു എ പ്രിന്റഡ് ഫോം. അതൊരു പ്രിന്റഡ് ഫോമിലേക്ക് ആക്കി പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഫോം ആക്കി മാറ്റും. ക്ലിയർ ആയോ? ആ പറഞ്ഞ 3 കാര്യം മനസ്സിലായോ? ഒന്നുമായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ആണോ?
അപ്പൊ ആരാണ് എന്താ പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ആരാ? ഡോക്ടർമാരാണോ നഴ്സുമാരാണോ? ആരാ? ഡാഷ് transcribe the prescriptions by electronic machine എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നേഴ്സാണ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നേഴ്സസ് ആണ് അത് HIVSന്റെ സഹായത്തോടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതാണ് അതിന്റെ ഫുൾ ഫോം, അതിന്റെ സഹായത്തോടെ അവര് മാറ്റി വെക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ മെഡിക്കൽ എന്താ പറയാ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ട്, അവരത് എന്ത് ചെയ്യുന്നു? അതിനെ ഒരു പ്രിന്റഡ് ഫോം ആക്കി മാറ്റുന്നു. ആൻഡ് ഈ പറയുന്ന പ്രിന്റഡ് ഫോം നോക്കിയിട്ടാണ്, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ നോക്കിയിട്ട് ഡിസ്പെൻസേഴ്സ് എന്ന് വെച്ചാൽ ഡിസ്പെൻസ് ചെയ്യുന്ന 2 ഫാർമസിസ്റ്റുകൾ വേണമെന്ന് നമ്മൾ ഫ്ലോ ചാർട്ടിൽ പഠിച്ചിരുന്നു അല്ലെ? ആ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള 2 ഫാർമസിസ്റ്റുകളിൽ ആരെങ്കിലും ഒരാൾ, രണ്ടുപേരും കൂടി ഒരാൾക്ക് മരുന്നെടുക്കേണ്ട ആവശ്യമില്ല. ആ കൊടുത്തിരിക്കുന്ന ഓരോ പേഷ്യൻസിന്റെ അനുസരിച്ച് അവർ they take it from the shelves, അവരുടെ റാക്സിലൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന മെഡിസിൻസ് ഈ പറയുന്ന മെഡിക്കേഷൻ ഓർഡർ പ്രകാരം നോക്കി, വളരെ കൃത്യമായിട്ട് നോക്കി ശ്രദ്ധിച്ച് നോക്കി, ഒരു സ്പെല്ലിംഗ് പോലും മിസ്റ്റേക്ക് വരാൻ പാടില്ല, അതുകൊണ്ടാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ മെഡിക്കേഷൻ ഓർഡർ പ്രകാരം they dispense the medicines, അവരവിടെ കളക്ട് ചെയ്യുന്നു. ആൻഡ് the medicines which are taken from the shelves is kept in small medication cart, മരുന്നിട്ട് വെക്കുന്ന കുഞ്ഞു കുഞ്ഞു കവറുകളുണ്ടല്ലോ, കാർട്ടുകള്, അതിനകത്തേക്ക് മെഡിസിൻസ് അവര് ഈ എന്താ പറയാ മെഡിസിൻസ് ഇട്ടിട്ട് അതെവിടെയെങ്കിലും വെക്കും. അതിന്റെ ഒപ്പം തന്നെ ദിസ് മെഡിക്കേഷൻ ഓർഡർ, മരുന്നിന്റെ ഓർഡറിന്റെ ലിസ്റ്റ് അതിന്റെ ഒപ്പം തന്നെ വെക്കും. ഏത് പേഷ്യന്റിനാണോ അതിന്റെ ആ ലിസ്റ്റിന്റെ ഒപ്പം തന്നെ ഈ മരുന്നുകളുമായിട്ട് ഒരു സ്ഥലത്ത് വെക്കും. അതെല്ലാം എടുത്തു കഴിയുമ്പോൾ അത് അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ എടുത്ത് പേഷ്യന്റിന് കൊടുക്കുകയാണോ ചെയ്യാം? അല്ല, ഫാർമസിസ്റ്റ് അത് ഡിസ്പെൻസ് ചെയ്യുന്ന ആളാരാണോ, ഡിസ്പെൻസ് ചെയ്യുന്ന ആള് they have to cross check the medicines with the printed form. ഈ പ്രിന്റഡ് ഫോമുമായിട്ട് അല്ലെങ്കിൽ ആ മെഡിക്കേഷന്റെ ആ ചാർട്ടുമായിട്ട് അവർ ഒന്നുകൂടി ഒത്തു നോക്കും, ഈ എടുത്തു വെച്ചേക്കുന്നതൊക്കെ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരാൾ മാത്രമല്ല, അവരെടുത്ത് വെക്കും, അവർ കൃത്യമായിട്ടായിരിക്കും അവർ എടുത്തു വെക്കുക, തെറ്റാൻ പാടില്ല. പക്ഷേ എങ്കിലും ഒന്നുകൂടി ചെക്ക് ചെയ്യണം, ബിക്കോസ് ഇത് ജീവൻ വെച്ചിട്ടുള്ള കളിയാ. അതുകൊണ്ട് അത്ര അങ്ങോട്ട് ഭയങ്കര ലാഘവത്തോടെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലാത്ത കാര്യമായതുകൊണ്ട് they have to cross check before dispensing. ഡിസ്പെൻസ് ചെയ്യുന്നതിന് മുമ്പ് ആ വിൻഡോ കൂടി പുറത്തേക്ക് ആൾക്കാർക്ക് പേഷ്യൻസിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുന്നു. അത് ഫാർമസിസ്റ്റുകളാണ് ക്രോസ് ചെക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ക്രോസ് ചെക്കിംഗ് അത് കഴിഞ്ഞു, ഡിസ്പെൻസിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം സ്മോൾ ബാഗ്സിലേക്ക് വീണ്ടും ഒന്നുകൂടി ഇട്ടിട്ട് ലേബലൊക്കെ ചെയ്ത് മെഡിക്കേഷൻ ഓർഡറുമായിട്ടൊക്കെ വെച്ചിട്ട് പേഷ്യന്റ് വൈസ് ഓരോ പേഷ്യന്റിന്റെ നമ്പർ അനുസരിച്ച് അതനുസരിച്ച് അവരവിടെ അത് കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇനി എന്തെങ്കിലും ഇഫ് നെസസറി ലേബലിംഗ് ഷുഡ് ബി ഡൺ, എന്താണ് ലേബൽ ചെയ്യും എന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ ഇപ്പൊ ഹോസ്പിറ്റൽസിലെ ഫാർമസിയിൽ മിക്കവാറും ആ മരുന്നിന്റെ പേരും അടക്കം ആ കുഞ്ഞ് കവർന്ന് ചെയ്താറുണ്ട്. ഉണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനെ പേരടക്കം ആ മരുന്നിന്റെ പേര് മുകളിൽ എഴുതും. പിന്നെ 1 വീതം 2 നേരം 3 നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെട്ടിയും കുത്തിയൊക്കെ ചെയ്യണമാണല്ലോ അല്ലെ? ഭക്ഷണത്തിന് മുമ്പ്, ബിഫോർ, ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ 1 ടൈം ആണോ കഴിക്കേണ്ടത്, 101 എന്ന് പറയുമ്പോ കാലത്ത് വൈകുന്നേരം മാത്രം കഴിച്ചാൽ മതി, 3 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ 3 ടൈംസ് ഡേ കഴിക്കണം അല്ലെ? ലാസ്റ്റ് 00 ലാസ്റ്റ് മാത്രം 1 ഇട്ട് കഴിഞ്ഞാൽ നൈറ്റിൽ മാത്രം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് അല്ലെ? അപ്പൊ ആ പ്രത്യേക ലേബലിംഗ് ഒക്കെ അത് കഴിഞ്ഞതിന് ശേഷം they have to make it, ആ ലേബലിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. then submit the medications patient wise to the nurses. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ആരാണോ ഓരോ വാർഡിലോ ഏതോ ഫ്ലോറിലോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സസ് അവരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും വിൻഡോ കൂടി. കാരണം ഇൻപേഷ്യൻസിന്റെ നമ്മളിപ്പോ പഠിക്കുന്നത് IP-യിൽ എങ്ങനെയാണ് മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള പ്രൊസീജിയേഴ്സ് ആയി പഠിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ക്രോസ് ചെക്കിങ്ങും കഴിഞ്ഞ് ലേബലൊക്കെ ചെയ്തതൊക്കെ ഇട്ടിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സ് ആരാണ് അവർ വിളിക്കും. അപ്പൊ ഇന്ന ഫ്ലോറില് ഫസ്റ്റ് ഫ്ലോറില് വാർഡില് കൊടുക്കേണ്ട മരുന്നുകൾ കൊണ്ടുപോകുന്ന നഴ്സ് ആരാണോ അതവിടെ ഉണ്ടായിരിക്കും. ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിലേക്ക് അവർ കൈമാറുന്നു. അപ്പൊ ബിഫോർ ലീവിംഗ് ഫ്രം ദ കൗണ്ടർ ഓഫ് ദ ഫാർമസിയുടെ കൗണ്ടറിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സ് തനിക്ക് കിട്ടിയിരിക്കുന്ന മരുന്നുകള് പേഷ്യന്റ് വൈസ് അതൊക്കെ ഒന്നുകൂടി നോക്കുക. വേറെ ആവശ്യത്തിന് അഡക്വേറ്റ് ക്വാണ്ടിറ്റി യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ, 3 നേരം കൊടുക്കാൻ പറഞ്ഞാൽ 3 നേരം കൊടുക്കാനുള്ള മരുന്നുകൾ അങ്ങനെ ബാക്കിയാക്കാൻ പറഞ്ഞതുണ്ടോന്നൊക്കെ അവരും കൂടി ഒന്ന് നോക്കണം. അപ്പൊ എത്ര പേര് നോക്കി? എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതാ. കാരണം തെറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരേ പേരുള്ള 2 പേരുകള് 2 ആളുകൾ ചിലപ്പോൾ ഒരേ വാർഡിൽ കിടക്കുന്നുണ്ടാകും, ഇംഗ്ലീഷിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, വയസ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ മാറ്റം വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി കൺഫേം ചെയ്യാം ബിഫോർ ലീവിംഗ് ദ ഫാർമസിയുടെ മുമ്പിൽ ഇത് പോകുന്നതിന് മുമ്പ് തന്നെ ആ നഴ്സ് അവർക്ക് കിട്ടിയ മരുന്നുകളൊക്കെ
പേഷ്യന്റ് വയസ്സ് അവരുടെ അതൊക്കെ നോക്കി കൃത്യമായിട്ട് കൺഫേം ആക്കുക. എന്നിട്ട് മാത്രമേ അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. എന്നിട്ട് അവിടെ പോകുക. നമ്മുടെ ഫാർമസിയിൽ നിന്ന് കിട്ടിയ മരുന്നുകളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ക്വാണ്ടിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം they can take the medicines and give it to the patients accordingly. ആ കൊടുക്കേണ്ട പേഷ്യൻസിന് കൃത്യമായിട്ട് അവരുടെ ബെഡ് നമ്പറും ID നമ്പറും ഒക്കെ നോക്കി കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ ഇതാണ് മരുന്ന് കൊടുക്കുന്ന രീതി. IP വിഭാഗത്തിന് നമ്മൾ ചില്ലറ കാര്യമാണെന്ന് അല്ലേ? പക്ഷെ ചില്ലറ കാര്യമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ടെൻഷൻസും ഒക്കെ വരുന്ന ഒരു മേഖല കൂടിയാണ്. വളരെ കൃത്യമായിട്ടും ഹാൻഡിൽ ചെയ്യേണ്ടതും ഒട്ടും തന്നെ നമുക്ക് മറ്റു പല ജോലി സ്ഥാപനങ്ങളിലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ചില ഫോൾട്ട് പറ്റിയാലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ ഒരു ഹോസ്പിറ്റൽസിലാകുമ്പോൾ ചെറിയതല്ല, ഒട്ടും മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രമക്കേട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര പ്രശ്നമായി തീരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇതൊരു ജീവൻ വെച്ചിട്ടുള്ള കളി ആയതുകൊണ്ടാണ്, മനുഷ്യന്മാരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് യാതൊരു തരത്തിലും നമുക്ക് ഒട്ടും തന്നെ എന്താണ് ഫോൾട്ടുകൾ വരാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ഒരുപാട് പ്രാവശ്യം എല്ലാവരും ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ. ഇനി before leaving the hospital, inpatients admit the patients before leaving the hospitals, some patients may make some intent for their intent receipt or intent paper. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് ചില പേഷ്യൻസ്, എല്ലാവരും ആവണമെന്നില്ല കേട്ടോ, ചില പേഷ്യൻസ് അവർ അത്രയും ദിവസം കിടന്നിട്ട് അവർക്ക് കിട്ടിയ ചികിത്സകൾ, അവരെന്തൊക്കെ മരുന്ന് കഴിച്ചു, ആരൊക്കെ കൺസൾട്ട് ചെയ്ത് അതിന്റെ ഒരു ഇന്റന്റ് റിസീപ്റ്റ് പേപ്പർ ചിലപ്പോൾ ചോദിക്കാം. എന്ന് വെച്ചാൽ എന്താ, ഞാൻ അവിടെ കിടന്നപ്പോ എനിക്ക് കിട്ടിയ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ചാർട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി വേണം എന്ന് എല്ലാവരും ചോദിക്കില്ല, ചിലർ ചോദിക്കാം. ബിക്കോസ് അവർക്ക് വേണമെങ്കിലും മറ്റേതെങ്കിലും പരിചയത്തിലുള്ള ആളുകളിലേക്ക് ഒന്ന് കാണിച്ച് ചിലപ്പോൾ എന്തെങ്കിലും കൺഫർമേഷൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ, അങ്ങനെ അതായത് ലീവ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ്, ഇഫ് എനി പേഷ്യന്റ് മേക്സ് എനി റിക്വസ്റ്റ് ഫോർ ഡിസ്ചാർജ് സമ്മറി ചോദിച്ചാൽ, ഡിസ്ചാർജ് സമ്മറി മീൻസ് അതിനകത്ത് എന്താ പറയാ, അവർ വന്നത് മുതൽ അവർക്ക് കിട്ടിയ ചികിത്സകൾ അടക്കം എല്ലാം, എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കിട്ടി, അതെല്ലാം കൂടിയാണ്. ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിന് മുമ്പുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എന്താ പറയാ ഇന്റന്റ് റിസീവ് പേപ്പർ, ഇന്റന്റ് അവര് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യും ഹോസ്പിറ്റൽസിന്. പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സംതിങ്സ് അല്ലെങ്കിൽ സം നെസസറി കെയർ ഷുഡ് ബി ടേക്കൺ. അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ദേ ഹാവ് ടു ചെക്ക് ദ പേഷ്യന്റ് ID നമ്പർ. ഏത് പേഷ്യന്റ് ആണോ ചോദിച്ചാൽ അവരുടെ ID നമ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പേഷ്യന്റിന്റെ ബെഡ് നമ്പറും ID നമ്പറും ഒക്കെ ഓർത്ത് നോക്കണം. പേഷ്യന്റിന്റെ പേരുകൾ വ്യത്യാസം, ഒരേ പേരുള്ളവർ തന്നെ കുറെ പേരുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ പേര് മാറാൻ പാടില്ല, ID അതുപോലെ തന്നെ ബെഡ് നമ്പർ ഒന്നും മാറാൻ പാടില്ല. ഡോസ് ആൻഡ് ഡോസേജ് ഫോം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ. ഓരോ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ എന്തൊക്കെയാണോ ഡോക്ടേഴ്സ് കുറിച്ചത് അതിന്റെ ഓരോ ഡോസ്, എത്ര ഡോസുകളൊക്കെ കൊടുത്തു, അങ്ങനെ വ്യക്തമായിട്ട് അതും അവര് അറിഞ്ഞിരിക്കണം. അതിനെ കുറിച്ചിട്ട് എഴുതാനുള്ള ഈ ചാർട്ടിലെ ഈ ഇന്റന്റില്, അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് അറിയണം. പിന്നെ സ്റ്റോർ ഇൻ അഡ്വാൻസ് ദ മെഡിസിൻസ് ഓഫ് പേഷ്യൻസ് ഇൻ ദ ക്യാബിനറ്റ്. അവർ പോകുന്നതിന് മുമ്പ് അവർക്ക് ഇനി വേണ്ട മരുന്നുകൾ എന്തൊക്കെയാണോ അത് അവരുടെ ക്യാബിനറ്റിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം. ഇനി അതൊക്കെ മരുന്നുകൾ വീട്ടിൽ പോയിട്ടായാലും കഴിക്കാം. ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവര് ഡിസ്ചാർജ് ചെയ്താലും അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് എങ്ങനെയൊക്കെയാണ് മരുന്നുകൾ കഴിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അതും ഒക്കെ വെച്ചിട്ടുണ്ടോ, അതും കൃത്യമായിട്ടൊക്കെ നോക്കണം. ആൻഡ് then only they have to receive the intent paper. അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത്തരം ഇന്റന്റ് പേപ്പർ അവർ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചാർട്ട് ഷീറ്റുകൾ കൊടുക്കണമെങ്കിൽ അത് ലേറ്റ് ലാസ്റ്റ് ആണ്. അതിന് മുമ്പ് ഇതെല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അവരെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാനും ഇന്റന്റ് പേപ്പർ കൊടുത്തുവിടാനും ഒക്കെ പാടുള്ളൂ. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പേഷ്യന്റിന്റെ ID നമ്പർ, ബെഡ് നമ്പർ, പേഷ്യന്റിന്റെ പേര്, ഡോസ് ആൻഡ് ഡോസേജ് ഓഫ് ദ മെഡിക്കേഷൻസ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസും അതിന്റെ ഡോസും. പിന്നെ they have to also store in advance. നേരത്തെ കൂട്ടി പേഷ്യന്റ് ലീവ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ക്യാബിനറ്റില് മെഡിസിൻസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതും. ആൻഡ് ഏർലി ലാസ്റ്റ് they have to receive the intent receive paper. intent receive paper അവസാനം അത് സ്വീകരിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ?
അപ്പൊ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻസ് IP ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഏതാ ഈ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? അതായത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസിന് ഈ വീട്ടിൽ ചെന്നിട്ട് അതിൽ മരുന്നുകൾ കഴിക്കണമല്ലോ, ഫോളോ ചെയ്യണമല്ലോ. ആ മരുന്നുകൾ തന്നെ ഒരു കോഴ്സ് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കാനുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അഡ്വാൻസ് ആയിട്ട് അവരുടെ ക്യാബിനറ്റിൽ സ്റ്റോർ ചെയ്യണത്. വീട്ടിൽ പോയിട്ട് അതിൽ നമുക്ക് കഴിക്കേണ്ട വല്ല മരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ, അല്ലാണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അയ്യോ ആ മരുന്ന് കൊടുത്തു വിട്ടില്ല അതാണ് ഇതാണെന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ നേരത്തെ കൂട്ടി സ്റ്റോർ ചെയ്യാം പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ. സോ അവരത് പോകുമ്പോ എടുത്തിട്ട് പോയിക്കോളുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യാം. ഓക്കെ, അപ്പൊ മനസ്സിലായോ ഇവിടെ വരെ? നമുക്ക് കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ, നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. എടുത്താ നിങ്ങൾ എടുത്താ മതിയില്ലേ? ഇത്ര മതിയില്ലേ? ഇതിലൊരു കുഞ്ഞ് 2 ടോപ്പിക്കുള്ളൂ. അത് ഒന്ന് ഫിനാൻസും പിന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫാർമസിക്കാരെ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ. ഓക്കെ, പിന്നെ മറ്റേത് റോൾസ് ആണ്. കഴിഞ്ഞിട്ടൊന്നുമില്ല. ഈ പ്രോബ്ലംസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയില് അവർ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഈ ഒരു 3 ടോപ്പിക്, ഫിനാൻസ്, എവിടെ നിന്നൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഫണ്ട് വരുന്നത്, ഫാർമസിയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പൊ ഇതുവരെയുള്ളത് നന്നായിട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടൊക്കെ വരാം കേട്ടാ. അല്ലെ, അധികം നമ്മൾ എടുത്തിട്ടില്ല, വലിയ കൂടുതലൊന്നും എടുത്തില്ല, പക്ഷെ ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഓക്കെ, ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യം, പിന്നെ ഹോസ്പിറ്റൽ ഫാർമസിയിലെ റെക്കോർഡ്സും രജിസ്റ്റേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, പിന്നെന്താ പഠിച്ചത്? സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യുന്ന ഡ്രഗ്സിന്റെ രീതിയിൽ അതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓരോ ക്ലാസിഫിക്കേഷൻസിലും എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വലിയ കൂടുതലൊന്നും പറഞ്ഞില്ല, സദാ നമ്മൾ എടുക്കുന്ന അത്രയും തന്നെ. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിർത്താണ്. കുഴപ്പമില്ലല്ലോ, ബട്ട് ഞാൻ അവസരം ഓക്കെ, ബൈ ബൈ. ഇന്ന് ടൈം ആയില്ല മാം, 4 മിനിറ്റ്സ് ബാലൻസ് ഉണ്ട്. എന്താ 4 മിനിറ്റ്സ് ബാലൻസ് ഉണ്ട്. 4 മിനിറ്റ്സ് ബാലൻസ് ഉണ്ട്. പക്ഷെ ഞാൻ മറക്കുന്നു, അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം കാര്യം പറഞ്ഞത്. അതെ, വേറെ ക്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. 1 മണിക്കൂർ അല്ല എടുത്തത്, അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അടച്ചുമൂടിയിരിക്കുന്ന മുറിയിൽ വന്നിട്ട് എന്തോ പോലെ എനിക്ക്, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞത്. 4 മിനിറ്റ് ബാക്കിയുണ്ട്, പക്ഷെ അടുത്ത ടോപ്പിക് എടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാനും സമയമില്ല. അതുകൊണ്ടാ പിന്നെ ഒളിച്ചിട്ട് പറയണ്ടല്ലോ.